തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ പക്കലേക്ക് കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. തെരഞ്ഞെടുപ്പിന് മുൻപ് പല വിസ്മയങ്ങളും സംഭവിക്കും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ശരിയാണ്, പല വിസ്മയങ്ങളും സംഭവിക്കുകയാണ്. പക്ഷേ വിസ്മയം ഡിസൈൻ ചെയ്ത VD സതീശനും കോൺഗ്രസ് നേതൃത്വവും ആഗ്രഹിക്കും പോലെയല്ല എന്ന വ്യത്യാസമുണ്ട്. ഭാവിയുടെ ഇൻവെസ്റ്റ്മെൻറ്റായി കണ്ട് ഷാഫി പറമ്പിൽ വിസ്മയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന് ആദ്യം സസ്പെൻഷൻ, പിന്നെ പുറത്താക്കൽ, ഇപ്പോൾ ജയിൽ. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആയി ജയിലിൽ കിടക്കുന്നയാൾ പാർട്ടിക്കാരൻ അല്ലാതായ സ്ഥിതിക്ക് രാജിവെക്കണ്ടേ? കോൺഗ്രസ് നേതാക്കൾ പബ്ലിക്കായി അത് ആവശ്യപ്പെടണ്ടേ? കാണുമ്പോഴൊക്കെ ചില മാധ്യമപ്രവർത്തകർ സണ്ണി ജോസഫിനോടും സതീശനോടും ചോദിക്കാറുണ്ട്. കയ്യിൽ പിടിച്ച് രാജിവെപ്പിക്കാനാവുമോ എന്ന് മറുപടി പറഞ്ഞ് ചോദിച്ചവരെ വിസ്മയിപ്പിച്ചു. ഇനിയും വിസ്മയങ്ങളുടെ നീണ്ട പട്ടികയുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നയാ പൈസ കോൺഗ്രസ് പാർട്ടി CMDRFിലേക്ക് നൽകിയിട്ടില്ല. ഭൂരിപക്ഷം MP-മാരും MLA-മാരും ശമ്പളത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് 1 രൂപ പോലും കൊടുക്കാതെ നാട്ടുകാരെ വിസ്മയിപ്പിച്ചു. അതിലുമുണ്ട് മാങ്കൂട്ടത്തിൽ വക വേറെ വിസ്മയം. ദുരന്തബാധിതർക്കായി വീട് വെക്കാൻ കോൺഗ്രസ് വാങ്ങിയെന്നൊക്കെ പറയപ്പെടുന്ന ഭൂമിയുടെ വിസ്മയം ചില്ലറയല്ല. അത് വഴിയേ നോക്കാം. UDFനെ വലുതാക്കി വിസ്മയിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് വലിയ വിസ്മയം. ജോസ് കെ മാണി പറഞ്ഞതോടെ വിസ്മയം സ്വപ്നം കണ്ടവർക്ക് ശോകമായി. പക്ഷേ നേരെ മലപ്പുറത്തേക്ക് വണ്ടി കയറിയ മാണി സി കാപ്പനും തൊടുപുഴയിലെ വീട്ടിലിരുന്ന് PJ ജോസഫും വിസ്മയം പൂണ്ടു. അങ്ങനെ വിസ്മയം പകരാനിറങ്ങി ഇളിഭ്യരായവരെക്കുറിച്ചാണ് ഇന്നു പറയുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ വീക്ഷണം മുൻ എഡിറ്റർ, M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ. ശ്രീ N ശ്രീകുമാറിൽ നിന്ന് ആരംഭിക്കാം. ശ്രീകുമാർ, ഈ വാർത്തകളിൽ ഇപ്പോൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ സജ്ജമാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വാർത്തകളിൽ ഏറ്റവും അധികം ഇടം പിടിക്കുന്നത് മുന്നണികൾക്കുള്ളിൽ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും പ്രതികരണവുമൊക്കെ ഏറ്റവും അധികം നിൽക്കുന്നത് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ഈ കക്ഷികൾ മുന്നണി വിട്ടു പോകുന്നതൊന്നും പുതിയ കാര്യമല്ല കേരളത്തിൽ. പക്ഷേ ഈ വാർത്തകൾ ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ തന്നെ ജോസ് കെ മാണി വാർത്താ സമ്മേളനം നടത്തി അതിലൊരു ക്ലാരിറ്റി വരുത്തി, വ്യക്തത വരുത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ പ്രതിപക്ഷ നേതാവ് കൊടുത്തൊരു വലിയൊരു പൊളിറ്റിക്കൽ സൂചനയുണ്ട്. ഒരു വിസ്മയം സംഭവിക്കും, തെരഞ്ഞെടുപ്പിന് മുൻപ് UDFിലേക്ക് കക്ഷികൾ വരുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ച വിസ്മയം എന്നും പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതിൽ തിടുക്കം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പിന് അതുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ? നോക്കൂ ശ്രീ ശരത്ത്, ഈ വിസ്മയം എന്ന വാക്ക് CPMനെ ഇത്രയധികം അസ്വസ്ഥപ്പെടുത്തുമെന്ന് സത്യത്തിൽ ഇത് പറഞ്ഞ സമയത്ത് പ്രതിപക്ഷ നേതാവ് പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല. വിസ്മയം എന്ന വാക്കാണിന്ന് CPM രാഷ്ട്രീയത്തെ ചുറ്റിക്കറങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിസ്മയം എന്ന് വെച്ചാൽ അതൊരു ട്രെൻഡാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ മുന്നേറ്റത്തിന് ശേഷം ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതിനിടയ്ക്ക് ഒരുപാട് വിസ്മയം ഉണ്ടാകുമെന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസ്താവനയാണത്. ആ പ്രസ്താവന വിസ്മയം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വിസ്മയിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുള്ളതാണ്. അത് വിസ്മയം എന്ന് വെച്ചാൽ അർത്ഥം ആദ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ. വിസ്മയിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, അതാണ് അമ്പരപ്പിക്കുന്ന കാര്യങ്ങളല്ല, വിസ്മയിപ്പിക്കപ്പെടുന്നത്. നമുക്കൊരു വിസ്മയം വരും, അതൊരു നല്ല വാക്കാണത്. പക്ഷേ ആ വാക്ക് CPMനെ ഇത്രയധികം ചൊടിപ്പിക്കും, വേദനിപ്പിക്കും, അസ്വസ്ഥമാക്കുന്നൊന്നും സത്യത്തിൽ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വിസ്മയം എന്ന് പറയുമ്പം ഓരോ ദിവസവും ഓരോ CPM നേതാവ് കോൺഗ്രസിലേക്ക് വരിക, ഓരോ ഘടകകക്ഷി UDFിലേക്ക് വരിക, അതൊന്നുമല്ല. വിസ്മയം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡാണ്. അപ്പോൾ അതിലിപ്പോൾ ഐഷ പോയിട്ട് കഴിഞ്ഞ ദിവസം CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നു. അവർ 15 വർഷം MLA ആയിട്ടുള്ള കൊട്ടാരക്കരയിലെ 42,000 വോട്ടുകൾക്ക് കോൺഗ്രസിനെ തോൽപ്പിച്ച ഒരു നേതാവാണ്, വനിതാ നേതാവാണ്. അവർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അതിൽ വിസ്മയം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൽ വിസ്മയം ഉണ്ടായി, ഒരു അമ്പരപ്പും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വരവാണ്. അത് കഴിഞ്ഞു. ശരി, ശരത്ത് പറഞ്ഞ ഒരു നിമിഷം, താങ്കൾ പറയുന്നതൊക്കെ പൂർത്തിയായിക്കോളൂ. വലിയ സന്തോഷമുണ്ട് താങ്കൾ അതിലൊരു മലയാളം ക്ലാസ് എടുക്കുന്നത് കേൾക്കുമ്പോൾ. കാരണം ഇത്രയൊക്കെ പറയേണ്ടി വരുന്നുണ്ടല്ലോ ആ വിസ്മയത്തെക്കുറിച്ച് താങ്കൾക്കും ആമുഖമായി എന്നുള്ളതാണ് ഞാൻ ആസ്വദിച്ചൊരു കാര്യം. ഈ വിസ്മയം എന്നതൊരു പൊളിറ്റിക്കൽ ട്രെൻഡാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഐഷ പോറ്റിയെ ചൂണ്ടിക്കാട്ടിയാണ് ആ പൊളിറ്റിക്കൽ ട്രെൻഡ് പറഞ്ഞെങ്കിൽ അതിലും ഗംഭീരമായൊരു വിസ്മയം ഉണ്ട് കേട്ടോ. അത് ബീഹാറിലാണ്. MLA മാർ ഒന്നടങ്കം BJPയിലേക്ക് പോയി. ബീഹാറിൻ്റെ വിസ്മയം
സർ പറഞ്ഞോളൂ. അല്ല, നമ്മൾ കേരളത്തിലെ കാര്യത്തിൽ ആ വിസ്മയം എന്ന് പറഞ്ഞ ബീഹാറിൽ വിസ്മയം ഹിന്ദി പദം അറിയില്ല, ശരിയാ സാറ് പറഞ്ഞേ. അല്ല തമിഴ്നാട്ടിലോ ബീഹാറിലോ എന്തൊരു കോയമ്പത്തൂരും വിസ്മയം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലത്തെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ കേരളത്തിലെ വിസ്മയത്തെക്കുറിച്ച് പുള്ളി പറയാം. നമ്മൾ അങ്ങനെയല്ല, കേരളം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി സ്വപ്നം കണ്ട, കോൺഗ്രസ് പാർട്ടി കണ്ട വിസ്മയത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ കോൺഗ്രസ് പാർട്ടി തന്നെയല്ലേ ബീഹാറിലുമുള്ളത്. അവിടുത്തെ വിസ്മയമാണ് ഞാൻ പറഞ്ഞത്. ബീഹാറിൽ കണ്ട വിസ്മയം എന്ന് പറയുന്നത് എൻറ്റയർ MLA-മാർ, എല്ലാ MLA-മാരും എന്താ BJP എന്നുള്ളത്. അതങ്ങനെ പറഞ്ഞു. അതാണ് ഞാൻ അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്തതാണ്. താങ്കൾ കൊട്ടാരക്കരയെ താരതമ്യം ചെയ്തു, ഞാൻ ബീഹാറിനെ താരതമ്യം ചെയ്തു. വേണ്ട, നമുക്ക് ബംഗാളിനെ താരതമ്യം ചെയ്യാം, കോയമ്പത്തൂർ ത്രിപുര താരതമ്യം ചെയ്യാം. അല്ല, അതൊക്കെ വിസ്മയം ചരിത്രപരമായല്ലേ. ഭൂതകാല വിസ്മയം, വർത്തമാനകാല വിസ്മയം, അത് രണ്ടും ഉണ്ട്. അത് രണ്ടും നോക്കുകയാണെങ്കിൽ ഭൂതകാലം ഇന്നിപ്പം വർത്തമാനകാല വിസ്മയത്തെക്കുറിച്ചാണ് VD സതീശൻ പറഞ്ഞത്. വർത്തമാനകാല വിസ്മയം, ആ വർത്തമാനകാല വിസ്മയത്തിൻ്റെ അർത്ഥ വ്യത്യാസം താങ്കൾ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ട്രെൻഡാണ്. ആ പൊളിറ്റിക്കൽ ട്രെൻഡിൽ ഐഷ പോറ്റിയെ കോട്ട് ചെയ്ത് താങ്കൾ സംസാരിച്ചു. നിശ്ചയമായും താങ്കൾക്ക് അതിനുള്ള എല്ലാ നിരീക്ഷണ സാധ്യതയുണ്ട്. ആ വർത്തമാനകാല സാധ്യതയിൽ നിന്നാണ് ഞാൻ ബീഹാറിലെ MLA-മാരെ, ഞാൻ ഭൂതകാലത്തിലേക്കൊന്നും പോയിട്ടില്ല. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഭൂതകാലത്തെക്കുറിച്ചല്ല പറയേണ്ടത്, വർത്തമാനകാലത്തെക്കുറിച്ചാണെന്ന്. പക്ഷേ ചില സമയത്ത് ഭൂതകാലത്തെക്കുറിച്ച് ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയാറുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അവന് കേട്ടോ. ഇപ്പോൾ CH ദവേനെ കുറിച്ച് പറയുമ്പോൾ അത് ഭൂതകാലമല്ല, അത് അദ്ദേഹം എപ്പോഴും പറയും. പക്ഷേ വർത്തമാനകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യം അദ്ദേഹം വേറെ രീതി സംസാരിക്കും. അത് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും ഒരു നിലപാടാണ്. അത് മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമുള്ളതല്ല. അപ്പോൾ ഈ വിസ്മയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അതിലിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ശ്രീ ശരത്ത് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ കേരള കോൺഗ്രസിനെ കുറിച്ചാണ്. കേരള കോൺഗ്രസ് മുന്നണി വിട്ട് വരുമെന്ന് കോൺഗ്രസിൻ്റെ ആരും പറഞ്ഞിട്ടില്ല, UDF-ൻ്റെ നേതാക്കളെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ട്രെൻഡിൽ ഇങ്ങനെ UDF ഇനി അധികാരത്തിൽ വരും എന്നൊരു വ്യാപകമായ സന്ദേശം കിട്ടുമ്പോൾ അതിൽ ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ ഭ്രമിച്ചിട്ട് അവർ പക്ഷേ UDF-ലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ച് കാണും, സ്വകാര്യമായിട്ട് ചർച്ച നടത്തി കാണും. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്നതാണ്. കേരള കോൺഗ്രസിനെ UDF-ലെ ആരും ക്ഷണിച്ചിട്ടില്ല. അവർ പറഞ്ഞത് UDF എന്താ പറഞ്ഞത്, നേതാക്കളെ അവർക്ക് വരണമെങ്കിൽ വരാം, വാതിൽ അടച്ചിട്ടില്ല. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരുന്നതാണ്, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇത് ഒരു കേരള കോൺഗ്രസിലൊരു ഭിന്നസ്വരം വന്നപ്പോൾ നമ്മുടെ ജോസ് കെ മാണി ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, UDF ഞങ്ങളെ പുറത്താക്കിയപ്പോൾ അന്ന് LDF-ൽ ചേർന്നതാണ് ശരിയെന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു 5 MLA-മാരും ഒരേപോലെ ചിന്തിക്കുന്നത്. ആ ഒരേപോലെ ചിന്തിക്കുന്ന LDF-ൽ നിൽക്കാൻ വേണ്ടി ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. LDF വിടുവും എന്ന് അദ്ദേഹം പറഞ്ഞില്ല. UDF-നെ നേതാക്കളെയോ അല്ലെങ്കിൽ UDF-ൻ്റെ രാഷ്ട്രീയത്തെയോ അദ്ദേഹം പരിഹസിച്ചില്ല. UDF നേതാക്കൾ കേരള കോൺഗ്രസിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഇന്ന് എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് കൃത്യവും വ്യക്തവുമല്ലാത്തൊരു കാര്യം ജോസ് കെ മാണി പറഞ്ഞു എന്ന് എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുമാത്രവുമല്ല, നാളെ അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി 90 പേരുണ്ടെന്ന് തോന്നുന്നു, ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ അവരൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം UDF-ന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. വർത്തമാനകാലത്ത് ഇരുന്നുകൊണ്ട് നാളത്തെ ഭാവിയെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വിസ്മയം എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. അത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിൽക്കും. ശരി, ഞാൻ അരുൺകുമാറിലേക്ക് വരും. അരുൺ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇല്ലാതിരുന്നുകൊണ്ട് ശ്രീകുമാർ വിസ്മയം എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് തന്നെ എടുക്കേണ്ടി വന്നു. അതിനാധാരമായത് ഞാൻ ഈ വിസ്മയം എന്നതിനെ ബന്ധപ്പെടുത്തി സമീപകാലത്ത് വിസ്മയം സംഭവിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷേ അദ്ദേഹവും കോൺഗ്രസും ഡിസൈൻ ചെയ്യാത്തതായ വിസ്മയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഭാവിയിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് കണ്ട് വിസ്മയിച്ചയാളാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ജയിലിലാണ്. അങ്ങനെ കയ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ രാജിവെക്കാൻ പബ്ലിക്കായി ആവശ്യപ്പെടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ, വിശേഷിച്ച് സണ്ണി ജോസഫ് പറഞ്ഞത് കയ്യിൽ പിടിച്ച് രാജിവെപ്പിക്കാനാകുമോ എന്ന് മറുപടി പറഞ്ഞ് ചോദിച്ചവരെ വിസ്മയിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് പോയാൽ അവിടെ CMDRF-ലേക്കൊന്നും ₹1 പോലും കൊടുക്കാതെ നാട്ടുകാരെ കോൺഗ്രസ് വിസ്മയിപ്പിച്ചു. MP-മാരും MLA-മാരും ഭൂരിപക്ഷം പേരും അത് കൊടുക്കാതെ നാട്ടുകാരെ വീണ്ടും വിസ്മയിപ്പിച്ചു. അങ്ങനെ വിസ്മയത്തിൻ്റെ നിരവധിയായ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിസ്മയത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു. അദ്ദേഹം കൊട്ടാരക്കരയിലേക്ക് പോയി വിസ്മയത്തിൻ്റെ ഒരു അർത്ഥവ്യത്യാസം പറഞ്ഞുതരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ബീഹാർ
ബീഹാറിലേക്ക് പോയി. ബീഹാറിൽ വലിയൊരു വിസ്മയം നടന്നു. എൻറ്റയർ മുഴുവൻ കോൺഗ്രസ് MLA-മാരും BJP-യിൽ ഇത്രയൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിസ്മയം എന്ന വാക്ക് CPI-എമ്മുകാരെ ഇത്രയധികം എന്താ പറയുക അരിശം കൊള്ളിച്ചു, അല്ലാതെ ബാധിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം. അതിനോട് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? 2, വിസ്മയം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ജോസ് കെ മാണി വ്യക്തത വരുത്തി സംസാരിച്ചിട്ടും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടും ഇപ്പോൾ N. ശ്രീകുമാർ പറയുന്നത് അദ്ദേഹം ഇപ്പോഴും LDF വിടുമെന്നും അങ്ങനെ എന്തോ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം അത് പറഞ്ഞു. പത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നുകൂടി പറഞ്ഞു വെച്ചു. അത് അരുൺ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വിസ്മയം നിങ്ങളെ അരിശം കൊള്ളിക്കുന്ന, വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ VD സതീശൻ്റെ വിസ്മയം? വിസ്മയം എന്ന വാക്കിന്റെ അർത്ഥം അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം എന്നതാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത് ബീഹാറിലെ സംഭവം. പ്രത്യേകിച്ച് അത്ഭുതമല്ല, കാരണം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നുള്ള BJP-യുടെ MP-മാരിൽ 1/3 ആളുകളും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഈ BJP-യുടെ മുഖ്യമന്ത്രിമാരായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവർ പഴയകാല കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ നിരവധി നമ്മൾ കണ്ടു. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ്സുകാരും BJP ആയിട്ട് മാറുന്നു. അതും വലിയ കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നു. മഹാമുന്നണിയുടെ ഭാഗമായിട്ട് അണിനിരന്നു. 61 സീറ്റുകൾ ചോദിച്ചു വാങ്ങി. അതിൽ 6 സീറ്റ് മാത്രമാണ് ജയിച്ചത്. പലരെയും തോൽപ്പിച്ചു. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരാണോ ബീഹാറിലെ കോൺഗ്രസ് MLA-മാർക്ക് മാതൃകയായത്? തീർച്ചയായും ആയിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന 1 മാസം കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ കോൺഗ്രസ് MLA-മാരും BJP ആയിട്ട് മാറുക എന്നുള്ളത് വലിയ അത്ഭുതമാണ്, വലിയ ആശ്ചര്യമാണ്. കാരണം ഒരാൾ പോലും നിന്നില്ലല്ലോ. നമ്മൾ ഇതിനു മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടു. അരുണാചൽ പ്രദേശിലടക്കം പ്രേമ ഖഡുവിന്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി. ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് ആണ്, ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം BJP ആണ് എന്ന് പറഞ്ഞ് പോയപ്പോഴും ഒരാൾ കോൺഗ്രസിൽ, ഒരു MLA കോൺഗ്രസിൽ അവശേഷിച്ചിരുന്നു. 43-ൽ 42 പേരാ പോയത്. ഇത് 100% പോയിരിക്കുകയാണ്. ആ ആശ്ചര്യവും അത്ഭുതവും എല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ അടുത്ത കാലത്ത് എന്തെല്ലാം ഉണ്ടായി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വികസനം ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് ധൈര്യമില്ല. ഇവർ പലതരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഇതുപോലെയുള്ള പരിപാടികളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ കൊട്ടാരക്കരയിൽ 3 തവണ MLA ആയ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ, ജീവിതത്തിന്റെ മൊത്തത്തിൽ ഉള്ള ജീവിതത്തിന്റെ 1/3 പൊതുപ്രവർത്തന രംഗത്ത് ഭരണാധികാരിയായി അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ച ഒരാൾ അവസാനം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ വിളിച്ചു കൊണ്ടുപോയി ഇതേ കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുത്ത് ദേ വിസ്മയം വിസ്മയം എന്ന് എഴുതി കാണിക്കുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാനം അന്വേഷണം വന്ന് നിൽക്കുന്നത് പോറ്റിയെ കയറ്റിയ സമയത്ത് ഇവിടെ ദേവസ്വം മന്ത്രി KC വേണുഗോപാൽ ആയിരുന്നുവെന്നും കൊടിമരം കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന തീരുമാനം, അതിലുള്ള വാജി ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, അതിലെ ഓരോ ഘട്ടം എടുത്ത് പരിശോധിച്ചാലും കോൺഗ്രസിന്റെ റോള് ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉയർത്തപ്പെട്ട ഒരു കാര്യവും കോൺഗ്രസിന് ഒരു ദിവസത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഏറ്റവും ആദ്യം അവരെന്താ, അവിടെ ബത്തേരിയിലെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കടക്കൂ പുറത്ത്, വലിയ മുദ്രാവാക്യമായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞവരോടാണോ കടക്കൂ പുറത്ത് എന്ന് 5,92,000 വീടുകൾ ലൈഫ് പദ്ധതിയിൽ കിട്ടിയവർ ചോദിക്കേണ്ടത് എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, 55,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി മാറ്റിയതിന്റെ ഭാഗമായി നേട്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒറ്റ ശബ്ദത്തിൽ കടക്കൂ പുറത്ത് എന്ന് ചോദിക്കേണ്ടത് ആരോടാണ് എന്ന് ഈ കേരളത്തിൽ മുഴങ്ങി കാണുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് പറഞ്ഞവർ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും, ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തി അമേരിക്കയെ വരെ വിവിധ രംഗങ്ങളിൽ നമ്മൾ പിന്നിലാക്കി മാറ്റിയ നേട്ടങ്ങൾ, ആരോഗ്യ മേഖലയിൽ കുതിച്ചു മുന്നേറിയ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞവരോടല്ലേ കടക്കു പുറത്ത് എന്ന് പറയേണ്ടതെന്ന് കേരളം ചോദിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തുരങ്കപാത ഒരിക്കലും പണി തുടങ്ങാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ VD സതീശന്റെ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ദേശീയപാത ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ മാന്യനാകാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പ്രസംഗിച്ച ശ്രീ K. മുരളീധരന്റെ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേശീയപാതയ്ക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരോടല്ലേ കടക്കൂ പുറത്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയാൻ പോകുന്നത്.
ഈ വിഴിഞ്ഞം പദ്ധതി സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും, അത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. അന്തിമം വിഴിഞ്ഞം പദ്ധതി എന്നേക്കുമായി നിർത്തിവെക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസംഗവും ഇപ്പൊ പൊതുസമൂഹത്തിലുണ്ട്. അപ്പോ ഇവർ പറഞ്ഞ മുദ്രാവാക്യങ്ങളെല്ലാം അപ്പോൾ തന്നെ പിൻവലിച്ചു പോകേണ്ട. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു ചൂരൽമല മുണ്ടക്കൈ, ഇതുവരെ ഒരു കല്ല് പോലും ഇടാൻ കഴിയാതെ ആനയിറങ്ങുന്ന പറമ്പ് 2.5 ഏക്കർ മേടിച്ചിട്ട് അവിടെ ഞങ്ങൾ 100 വീട് 200 വീട് എന്നൊക്കെ പറഞ്ഞ് 30 സെക്കൻഡ് കൊണ്ട് 300 വീട് പണിത ആ വിസ്മയം, അത്ഭുതം, ആശ്ചര്യം നമ്മുടെ മുന്നിലുണ്ട്. കർണാടക ഗവൺമെന്റ് കൊടുത്ത 10 കോടിയും കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ കേന്ദ്രീകരിപ്പിക്കുന്ന ആ ഒരു മറുപടി എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിസ്മയങ്ങളും ആശ്ചര്യങ്ങളും അതുപോലെ അത്ഭുതങ്ങളുമായിട്ട് പൊക്കോ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിച്ച് അവർക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അതുകൂടി കേട്ട്. ഞാനിപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അങ്കമാലി മണ്ഡലത്തിന്റെ കീഴിൽ നിരവധി വീടുകൾ, 100 കണക്കിന് വീടുകൾ കയറി ഇറങ്ങി നിരവധി ആളുകളെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ വരെ കണ്ട് അവരുടെ അഭിപ്രായം കേട്ട് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചിട്ടാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് വിസ്മയമെല്ലാം തീർന്നു. ഞങ്ങൾ കൃത്യമായി വികസനത്തിലും ക്ഷേമത്തിലും ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ശരി, നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി വാർത്തകളിൽ വന്നിട്ടുള്ളതാണ് അരുൺ ഇപ്പോൾ പറഞ്ഞ CPM-ന്റെ ഗൃഹസന്ദർശന പരിപാടിയും ഒക്കെ. അതുമൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായി കടന്നു വരും. ശ്രീ ജയചന്ദ്രൻ, ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ ചർച്ചകളിലൊക്കെ വരുമ്പോൾ പൊതുവിൽ കേരളത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ച് വിമർശനപരമായി സമീപിക്കാനോ വികസനം ചർച്ച ചെയ്യാനോ വലിയ വിമുഖത UDF പ്രതിനിധികൾ കാട്ടാറുണ്ട്. കാരണം അതിനപ്പുറമുള്ള വിവാദം ചർച്ച ചെയ്യുന്നതിലാണ് അവരുടെ ഫോക്കസ് വരുന്നത്. അത് ചർച്ച ചെയ്യുമ്പോഴും അതിനുള്ളിലൂടെയും കേരളത്തിൻ്റെ മാറ്റവും വികസനവും പ്രത്യേകതകളും കേരളം ഈ മോദി സർക്കാരിൻ്റെ ഈ സമീപനത്തിനെതിരെയും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അതിനിടയിലൂടെ സമയം കണ്ടെത്തി പ്രതികരിക്കാൻ ശ്രമിക്കുന്ന CPIM ഇടതുപക്ഷ പ്രതിനിധികളെയും കാണുന്ന ഒരു സവിശേഷത എനിക്ക് തോന്നുന്നു എല്ലാ ചാനലുകളിലും ഉണ്ട് എന്ന് തന്നെ തോന്നുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ അരുൺ പറഞ്ഞതിലുമുണ്ട്. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ വിസ്മയം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് വിസ്മയം എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. ഏതായാലും ജോസ് കെ മാണി ഇന്നലെ ആ വിസ്മയത്തെ ക്ലോസ് ചെയ്തോ? അങ്ങനെ വിസ്മയം, അങ്ങനെ സ്വപ്നം കണ്ടവർ ഇളിഭ്യരായ ഒരു രാഷ്ട്രീയ അവസ്ഥ താങ്കൾ കാണുന്നുണ്ടോ? കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, എളിഭ്യരായി എന്ന പദം തീരെ മതിയാവില്ല ശരത് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇന്നലെ സംഭവിച്ചത് UDF എന്ന രാഷ്ട്രീയ കക്ഷി നടത്തിയ നാടകത്തിൽ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത്യന്തം അവരെ പരിഹാസ്യരാക്കി എന്നുള്ളതാണ്. അത്യന്തം പരിഹാസ്യരായി UDF ഒന്നാകെ. കാരണം അതിൻ്റെ ആ ഒരു ഷെഡ്യൂളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇത് പ്ലാൻ ചെയ്തതിൻ്റെ വാർത്ത പ്ലാന്റിങ് ആയിരുന്നല്ലോ. ഇപ്പോൾ പിന്നെ മുൻ കോൺഗ്രസ് MLA ആയ ഒരു നേതാവിൻ്റെ ജീവിത പങ്കാളി ഒരു മാധ്യമ പ്രവർത്തക, അവരാണ് ആ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് മറ്റൊരു ചാനലിൽ. ഇങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ വലിയ പ്രശ്നങ്ങളായിരിക്കുന്നു, അവർ LDF ഇട്ട് UDFിലേക്ക് പോകുന്നു എന്ന് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തോടെയല്ല, വെറുതെ അങ്ങ് അടിച്ചു വിടുകയാണ് വാർത്ത. വലിയ പ്രശ്നമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരും MLA മാരും ഒക്കെ പങ്കെടുത്ത ആ പാളയം രക്തസാക്ഷിമണ്ഡലത്തിലെ സത്യാഗ്രഹത്തിൽ മാണി ഗ്രൂപ്പ് ചെയർമാൻ വന്നില്ല. അതാണ് ഏക കാരണമായി പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തെ വിദേശയാത്രയ്ക്ക് പോകുന്ന കാര്യമൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അത് ആ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു സ്റ്റോറി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാകുമ്പോഴേക്ക് മറ്റെല്ലാ മാധ്യമങ്ങളും സ്വാഭാവികമായും ഏറ്റെടുക്കുമല്ലോ. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു. എല്ലാ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട സ്റ്റോറി, ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ആയിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ് വൈകുന്നേരം വരെ, രാത്രി വരെ. ആ ഒരു സ്ഥിതി ആണ് ഉണ്ടായത്. അപ്പോൾ അന്ന് തന്നെ അതേ ദിവസം തന്നെ ഈ സത്യാഗ്രഹം കഴിഞ്ഞപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്നെ അവരുടെ പാർട്ടിയെ സംബന്ധിച്ചോളം 5 പേരുള്ള നിയമസഭാ കക്ഷിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. പിന്നെ റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടു. വ്യക്തമായി റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. LDF മാറി UDFിലേക്ക് പോകേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, അത്തരത്തിലൊരു ചർച്ചയും വന്നിട്ടില്ല എന്ന് പറയുന്നു. അതുവരെ ഇത് നീട്ടിക്കൊണ്ടുപോയി മാധ്യമങ്ങൾ. എന്നിട്ടും കഴിഞ്ഞില്ല. രാത്രി വീണ്ടും ചാനൽ ചർച്ച ഉണ്ടായിരുന്നു. ഞാനും ഒരു ചാനൽ പങ്കെടുത്താണ് രാത്രി. ഇന്നലെ ഈ ചർച്ചയിൽ ശ്രീ ജയചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത് സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ്. ഒരു നിമിഷം. അതായത് ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ്. മാധ്യമങ്ങൾ ഒരുപറ്റം മാധ്യമങ്ങൾ എഴുതി ചേർത്തത് അദ്ദേഹം UDFിലേക്ക്
പോകണം എന്ന നിലപാട് സ്വീകരിച്ചയാളാണ് എന്ന് ഇന്നലെ വരെയും നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു ഡിസംബർ ഏതാണ്ട് 20-ാം തീയതിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു ഇത്തരത്തിലേക്കുള്ള കള്ളപ്രചാരണങ്ങൾ, UDF-നെതിരായ നിലപാടുകൾ. കഴിഞ്ഞ ദിവസവും അവിടെ വളരെ ശക്തമായി ആ നിലയിൽ അദ്ദേഹം നിലപാടെടുത്ത് മണ്ഡലത്തിൽ പ്രവർത്തിച്ചതിനെ അവിടുത്തെ UDF അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാടി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത സാഹചര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ടും ഇങ്ങനെ ഒരു പരിശോധനയുമില്ലാതെ കൽപ്പിത കഥയായി മാധ്യമങ്ങളിൽ ചിലർ മാധ്യമപ്രവർത്തനം എന്ന പേരിൽ നിന്ന് നടത്തുകയായിരുന്നു എന്ന് ഇതേ ഫ്ലോറിലിരുന്ന് ഇന്നലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറയുന്നത് കൂടി സാന്ദർഭികമായി പറയേണ്ടതുണ്ട്. അതിലൊരു ഭാഗം നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ശ്രീ ജയചന്ദ്രൻ പൂർത്തിയാക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് സെബാസ്റ്റ്യൻ ഇന്നലെ കൃത്യമായിട്ടത് കയ്യിൽ തന്നെ പറഞ്ഞല്ലോ, വ്യക്തമാക്കിയല്ലോ അതിൻ്റെ വിശദ വിവരങ്ങൾ തന്നെ. പക്ഷേ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഇന്നലെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനത്തോടുകൂടി അത് മുഴുവനും ചീറ്റിയെങ്കിലും അത് സമ്മതിക്കാൻ തയ്യാറാവാതെ പിന്നെ എന്താണ് പറയുന്നത്? പിന്നെ പറയുന്നത് അവർ പാർട്ടി നിലപാട് വ്യക്തമാക്കട്ടെ. ചെയർമാൻ പറഞ്ഞതിന് ശേഷവും പറയുകയാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കട്ടെ, എന്നിട്ടിനി UDF ആലോചിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, എത്രമേൽ പരിഹാസരാകുന്നു. ഇങ്ങനെ പരിഹാസരാവാൻ ബോധപൂർവം തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് സ്ഥലത്തെ നമ്മൾ ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഈ കനകോലുവിൻ്റെയും ഒക്കെ ബോസായിട്ടുള്ള വേറൊരു വിദ്വാനുണ്ട്, ശിവം ശങ്കർ സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ, ഹൗ ടു വിൻ ആൻ ഇന്ത്യൻ എലക്ഷൻ. 2019 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിൽ ഇയാൾ മോദിയുടെ 2014 ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്തതും അതിനുശേഷം ബീഹാർ അടക്കം നമ്മുടെ മിസോറാം അടക്കം വിവിധ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലടക്കം എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത് കാര്യങ്ങൾ, അത് ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം വിവരിക്കുന്നതാണ് ആ പുസ്തകം. അപ്പോൾ ഈ കനകോലുവിൻ്റെയും ഗുരുവാണ് ആ ഗുരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്നാണല്ലോ ഇദ്ദേഹത്തിന് കിട്ടുന്നത്. എന്നിട്ടാണ് വയനാട്ടിലെ 7 സ്റ്റാർ റിസോർട്ടിൽ വെച്ച് ഈ പുതിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി നേരെ ഈ പുതിയ പ്ലാന്റിങ് നടത്തുന്നത്. അപ്പോൾ എത്രമേൽ ആസൂത്രിതമാണ് ഈ പ്ലാന്റിങ് എന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്തിനാണ്? ജനങ്ങൾക്കിടയിൽ വെറും ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക മാത്രമാണോ അതിൻ്റെ ഉദ്ദേശം? അല്ല. ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നുകൂടണമെങ്കിൽ എന്ന് അടിവരയിട്ട് പറയുകയാണ്, കടന്നുകൂടുകയെങ്കിലും ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള വേലാസിറ്റികൾ വേണ്ടിവരും എന്നുള്ളത് ബോധ്യപ്പെടുകയും അതിനുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിവിധ തരത്തിൽ ഈ സാധനങ്ങൾ വരുന്നത്. നമ്മളിപ്പോൾ ഇതല്ലേ കണ്ടുള്ളൂ, വിസ്മയത്തിൻ്റെ ഒരു തുമ്പ്. വിസ്മയം ചീറ്റിപ്പോയി. പക്ഷേ എന്നിട്ട് CKP വരെ ചേർത്ത് പിടിച്ച് 2020 ഡിസംബർ 7-ന് കെ സുധാകരൻ MP അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടതിനെ ഇന്നലെ പുതിയ ചിത്രമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. എത്രമേൽ ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ എങ്ങനെയൊക്കെ ആവിഷ്കരിക്കാം എന്നുള്ളതിൻ്റെ വീണ്ടും തെളിവുകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെയും വരും. അത് നമ്മൾ സൂക്ഷിക്കണം, ജാഗ്രതയോടെ അത് കാണുകയും വേണം എന്നുള്ളതാണ് ഇത്തരം വിസ്മയങ്ങൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇവിടെ ശ്രീകുമാർ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, തീർത്തും കോൺഗ്രസ് നേതൃത്വം, പ്രധാനപ്പെട്ട നേതാക്കൾ പരിഹാസ്യരാവുന്ന ഒരു നില ഇക്കാര്യത്തിൽ വന്നു. ഈ കോൺഗ്രസിൻ്റെ ഒരു ശൈലിയായി തന്നെ ഇത്തരം വിവാദങ്ങളും ഇത്തരം പ്രചാരണങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക, തെറ്റായ പ്രചാരണങ്ങൾ കൊണ്ടുപോവുക, അതിലൂടെ നേട്ടം കൊണ്ടുവരാം. അപ്പോഴും കയ്യിലിരിക്കുന്ന മുന്നണി അതിന് തികയുന്നതല്ല, അത് പോരാ എന്ന തോന്നലും നേതാക്കൾക്കുണ്ട് എന്ന് ഈ സമൂഹത്തെ വെളിപ്പെടുത്തും വിധത്തിലേക്കാണ് വിഷയത്തിൽ ഇടപെട്ടത് എന്ന പ്രശ്നമുണ്ട്. താങ്കൾ പറഞ്ഞു കോൺഗ്രസ് ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന നിലയിലാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു ട്രെൻഡ് രൂപപ്പെട്ടിരിക്കുന്നു, കോൺഗ്രസിന് അനുകൂലമായൊരു ട്രെൻഡ് രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് അങ്ങോട്ടേക്ക് വരാൻ, UDF-ലേക്ക് വരാൻ അവരാഗ്രഹിച്ചിട്ടുണ്ടാകാം എന്ന നിലയിലാണ് താങ്കൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ പാർട്ടി ചെയർമാൻ ഒറ്റക്കെട്ടായി ആ പാർട്ടി എടുക്കുന്ന നിലപാട് LDF-നൊപ്പമാണ്. ആ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയാണ് എന്നതടക്കം പറഞ്ഞു തങ്ങളെ ഓർത്താരും കരയേണ്ടതില്ല, UDF നടത്തിയിട്ടുള്ള ചതിയുമടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമാണ്. താങ്കളും ഇന്ന് അടൂർ പ്രകാശും പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വളരെ വ്യക്തമായി ഇന്നലെ ഈ ചർച്ചയിൽ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നീക്കത്തെക്കുറിച്ചൊരു സൂചന അദ്ദേഹം പറഞ്ഞതിലുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെയല്ല. അതൊന്ന് കണ്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF-ൻ്റെ കൺവീനർ, സംസ്ഥാനതല കൺവീനർ അടൂർ പ്രകാശാണ്.
യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുമായി ബന്ധപ്പെട്ട് UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. പ്രമുഖ നേതാക്കളടക്കം ആഗ്രഹപ്രകടനങ്ങൾ നടത്തുകയും വാഗ്ദാനങ്ങളുമായി പിന്നാലെ കൂടുകയും ചെയ്തിരുന്നു. ഞങ്ങളതെല്ലാം നിഷ്കരണം തള്ളിക്കളയുകയും ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തത്വാധിഷ്ഠിതമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കാനുണ്ടായത്. അല്ലാതെ ഞങ്ങൾ ആ നിലയിലുള്ള ഒരു ചർച്ചയ്ക്കും മുതിർന്നിട്ടില്ല, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് വളരെ സുവ്യക്തമായി ജോസ് കെ മാണി അത് വിശദീകരിക്കുകയും തൊട്ടു മുമ്പ് റോഷി അഗസ്റ്റിൻ അത് വ്യക്തമാക്കുകയും 12-ാം തീയതി നടന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെ സമരത്തിൽ ഞങ്ങൾ 5 MLA-മാരും മുഴുവൻ സമയവും പങ്കെടുക്കുകയും ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലയില്ല എന്നുള്ളതിൻ്റെ പൂർണ്ണമായ തെളിവുകളാണല്ലോ. ഇവിടെ ശ്രീകുമാർ, അടൂർ പ്രകാശ് എന്ന UDF കൺവീനർ വളരെ കൗശലത്തോടെ സാമർഥ്യത്തോടെ ഒളിപ്പിച്ചു വെച്ചു പറഞ്ഞതിൻ്റെ പൊരുളല്ലേ, സത്യമല്ലേ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? ചർച്ച നടന്നിട്ടില്ല. പക്ഷേ കുളത്തുങ്കൽ പറഞ്ഞു കേൾക്കണം, ആഗ്രഹപ്രകടനമുണ്ടായി. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളിൽ നിന്ന് ആഗ്രഹപ്രകടനമുണ്ടായി. ആഗ്രഹപ്രകടനം എന്ന് പറയുന്നത് ചർച്ചയ്ക്ക് മുമ്പുള്ളൊരു ഘട്ടമാണല്ലോ. 2 വാഗ്ദാനങ്ങൾ നൽകി. ഈ 2 കാര്യത്തിനും ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു തലത്തിൽ ഇത് സംഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് ജോസ് കെ മാണി വ്യക്തത വരുത്തിയതോടെ UDF രാഷ്ട്രീയത്തിന്, അതിൽ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ നേതൃത്വം പരിഹാസ്യരായി, ഇളിഭ്യരായി എന്ന് പറയുന്നത്. നോക്കൂ ശരത്തെ, ഇതൊരു തർക്ക വിഷയമല്ല. കാരണം എന്താ അറിയോ, ജോസ് കെ മാണി ഇന്നലെ വാർത്താലേഖകരോട് പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്, ഇന്ന് പത്രങ്ങളിലുള്ളതാണ്. അതുമാത്രമല്ല, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പറയുന്നതും ജോസ് കെ മാണി പറയുന്നതും അടൂർ പ്രകാശ് പറയുന്നതൊക്കെ ജനം കേൾക്കുന്നതാണല്ലോ. അത് ജനത്തിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തൽ നടക്കട്ടെ. ഇതിലിപ്പോൾ കോൺഗ്രസ് UDF രാഷ്ട്രീയവും LDF രാഷ്ട്രീയവും പരസ്പരം ഇവിടെ അധികാരത്തിൽ വരുന്നവരാണ്. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകളെയും അതുപോലെ കക്ഷികളെയും ഒക്കെ വശീകരിക്കാനായിട്ട് സംസാരിക്കും, വാഗ്ദാനങ്ങൾ കൊടുക്കുകയൊക്കെ ശരിയാണ്. നമുക്ക് ഒരു ചെറിയ ഉദാഹരണം, ഇന്നത്തെ കാര്യം തന്നെ ഞാൻ പറയാം. ഇന്നത്തെ കാര്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇന്നൊരു വാർത്തയുണ്ടല്ലോ, അതായത് KM മാണി സാറിൻ്റെ സ്മാരകം നിർമ്മിക്കാൻ 25 സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്ത് അനുവദിച്ചു. ഇന്നലെ അനുവദിച്ചത്. ഈ കേരള കോൺഗ്രസ് മുന്നണി വിടുന്നു പറഞ്ഞത് മിനിങ്ങാന്ന് 4-ാം നാളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എന്തിനാ പെട്ടെന്ന് ഇന്നലെ അനുവദിച്ചത്? അത് അനുവദിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ, പക്ഷേ ഇന്നലെ അനുവദിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു വിഷയം കൊണ്ടാണ് എന്ന് ആരെങ്കിലും ധരിക്കും. ഒന്ന്, അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ബഹുമാനിതനായ കോടിയേരി ബാലകൃഷ്ണനും ഒരു 1.5 ഏക്കർ സ്ഥലമെങ്ങാണ്ട് പയ്യന്നൂര് അനുവദിക്കുകയും ചെയ്തു, 2ഉം കിട്ടി. പക്ഷേ അപ്പോഴും CH മേനോൻ്റെ ഒരു സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം ചോദിച്ചിട്ട് കൊടുക്കാത്തൊരു ഗവൺമെൻറ്റാണ്. അത് CPI കൃത്യമായി പറയുകയും ചെയ്യും. അവർ സ്വന്തം കാശെടുത്തിട്ട് ഒരു പ്രതിമ സ്ഥാപിച്ചു, അവർ നിൽക്കട്ടെ. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ശ്രീ അരുൺകുമാറിനോട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. കാരണം കൈരളി ചാനലിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വരണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യമുണ്ട്. KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്താണ് കൊടിമരം മാറ്റാൻ ശ്രമിച്ചതെന്ന്. അന്ന് ദേവസ്വം മന്ത്രിയുടെ പേരെന്താ ശ്രീ അരുൺകുമാറെ? അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ പേരെന്താ? 2017 ദേവസ്വം മന്ത്രിയുടെ പേരെന്താ? KC വേണുഗോപാൽ എന്നാണോ? 2017 കേരളം ഭരിച്ചത് ആരാ? അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കരുത് കേട്ടോ, തെറ്റിദ്ധരിപ്പിക്കരുത്. 2017 കൊടിമരം മാറ്റിയത്. അന്ന് UDF ഭരണം എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് കോൺഗ്രസ് വിരുദ്ധരായവർ പറയുന്നത് UDF ഭരണം എന്നാണ്. കാരണം UDF ഭരണം എന്ന് കേട്ടാൽ എല്ലാവരും ധരിക്കുക എന്താ? സംസ്ഥാനം ഭരിച്ചതെന്നാ. സംസ്ഥാനം ഭരിച്ച UDF അല്ലെന്ന്, സംസ്ഥാനം ഭരിച്ചത് CPM. പക്ഷേ ശബരിമല ദേവസ്വത്തിലെ വരുത്തിക്കോളൂ, അദ്ദേഹത്തിൻ്റെ അക്കാര്യത്തിലുള്ള ക്ലാരിറ്റി വരുത്തണം എന്ന് പറയാം. പറഞ്ഞു. അല്ല, മന്ത്രി ആരാന്ന് മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നത് 2004-ലാണ്. ആ 2004-ൽ KC വേണുഗോപാൽ അതൊന്നും അല്ല ചോദിച്ചേ സുഹൃത്തെ. അതൊന്നും അല്ല ചോദിച്ചേ, ചരിത്രം പറയണ്ട. കൊടിമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, കൊടിമരം UDFന്റെ ഭരണകാലത്താണ്. കാര്യം നടക്കുമ്പോഴെല്ലാം ദേവസ്വം ബോർഡിന്റെ ഭാരവാഹി കോൺഗ്രസ് ആണ്. അതായത് ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞതാണ് 2004-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ശബരിമലയിൽ പ്രബലനാവുന്ന കാലത്ത് ദേവസ്വം മന്ത്രി KC വേണുഗോപാൽ. കൊടിമരം എന്ന് പറയുന്നത് വർഷത്താണ്. അന്ന് അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെയാണ് ദേവസ്വം ബോർഡിനെ ഭരിക്കുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, KC വേണുഗോപാൽ കൊടിമരത്തിന്റെ കാലത്ത് ദേവസ്വം മന്ത്രി എന്നല്ല പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. യെസ്, ശ്രീകുമാർ പൂർത്തിയാക്കും. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതും തെറ്റാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതും തെറ്റാണ്.
ഇപ്പോൾ പറഞ്ഞത് തെറ്റാണ്. പോറ്റി അവിടെ വന്നത് 2007-ലാണ്. അത് പറഞ്ഞത് എ പത്മകുമാറാണ്. അതായത് CPM നേതാവ് എ പത്മകുമാർ ഖണ്ഡിതമായിട്ട് പറഞ്ഞു 2007-ലാണ് പോറ്റി ശബരിമലയിൽ എത്തിയത്. ഇനി അതുമല്ല, പോറ്റി തന്നെ സമ്മതിച്ചിട്ടുണ്ട് 2004-ലാണ്. 2007 എന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പത്മകുമാറിൻ്റെ വിശ്വാസം ഇല്ലെങ്കിൽ മാറ്റിക്കോളൂ. ഇനി ഇന്നത്തെ ഒരു ചർച്ചയിൽ അല്പം മുമ്പ് നടന്ന വേറൊരു ചാനലിലെ ചർച്ചയിൽ ശ്രീ ജയേന്ദ്രൻ ആ ചർച്ചയിലുണ്ടായിരുന്നു. അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് 2007 എന്നാണ്. അതവിടെ നിൽക്കട്ടെ, തർക്കിക്കട്ടെ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ UDFിൻ്റെ ദേവസ്വം ബോർഡ് UDF ആണ് ഭരിച്ചതെന്നുള്ള ശരിയാണ്. കാരണം ആ 3 വർഷത്തെ ഭരണകാലാവധി തീരണമല്ലോ, അത് ശരിയാണ്. പ്രയാർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ അജയ് തറയിലും അതുപോലെ തന്നെ CPMൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. രാഘവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. രാഘവൻ തന്നെ ഞാൻ തോന്നുന്നു. CPMൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരാണ് ഭരിച്ചത്. അതായത് കോൺഗ്രസിൻ്റെ 2 പേരും CPMൻ്റെ ഒരാളുമാണ് ഈ കൊടിമരം മാറ്റിയ 2017 ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്. അതോടെ നിൽക്കട്ടെ, അന്ന് ക്ലാരിഫൈ ചെയ്തെന്നുള്ളതാണ്, നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച ബോർഡിൽ വെച്ചിട്ടാണ്. അത് നിൽക്കട്ടെ. പിന്നെ ഈ വിസ്മയത്തെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ വിസ്മയത്തിൽ ഈ വിസ്മയം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണെന്നാണ്. ഒരു ചെറിയ വിസ്മയം കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മളുടെ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വന്നിരുന്ന ഒരു ശക്തമായി CPMന് വേണ്ടി, അരുൺകുമാറിനേക്കാൾ ശക്തമായി CPMന് വേണ്ടി വാദിച്ചിരുന്ന ഒരാൾ BJP പോയി. ഒരു CPMൻ്റെ മെമ്പർ കൂടിയാണ് അദ്ദേഹം, മെമ്പറാണ്. ആ BJP പോയി. അതൊരു വിസ്മയമായിരുന്നു കേട്ടോ, അതൊരു വിസ്മയമായിരുന്നു. റെജി ലൂക്കോസ് ഒരു വിസ്മയമായിരുന്നു. പിന്നെ വേറൊരു വിസ്മയം, ശ്രീ അരുൺകുമാർ പറഞ്ഞല്ലോ വിഴിഞ്ഞം പദ്ധതി, ശരിയാണ്. പക്ഷേ വിഴിഞ്ഞത്ത് 4 ദിവസം മുമ്പ് ഒരു ബൈ ഇലക്ഷൻ നടന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പ്. അതിൽ CPMനെയും കോൺഗ്രസിൻ്റെ വിമതനെയും തോൽപ്പിച്ചിട്ട് കോൺഗ്രസ്സുകാരൻ വാർഡ് CPMൽ നിന്നും 10 വർഷത്തിന് ശേഷം പിടിച്ചെടുത്തു വിഴിഞ്ഞത്ത്. അതും ഒരു വിസ്മയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിസ്മയം എന്ന് പറയുന്നത്. പിന്നെ ബീഹാറിലത്തെ കാര്യം, അത് 6 പറയട്ടെ, നമ്മൾ സംസാരിച്ചത് അല്ല, ഞാൻ പറയട്ടെ. അല്ല സാർ, നമ്മൾ സംസാരിച്ചാണ്. പറഞ്ഞോളൂ, സമയം സേവ് ചെയ്യാൻ വേണ്ടി അടുത്തടുത്ത വിഷയത്തിലേക്ക് പോകണം. അയ്യോ, തീർച്ചയായിട്ടും പോകണം. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന എനിക്കറിയാം. അങ്ങനെ ഒരു തോന്നലും വേണ്ട കേട്ടോ, അങ്ങനെ സാറിന് ഒരു തോന്നലും വേണ്ട, ഒരു തോന്നലും വേണ്ട. പറഞ്ഞതിൽ നിന്ന് തന്നെ എന്നാ പറഞ്ഞു നിർത്തട്ടെ, ഞാൻ പറഞ്ഞു. ബീഹാറിലെ കോൺഗ്രസിൻ്റെ 6 MLA-മാർ BJPയിലേക്ക് പോയെന്ന് നിങ്ങൾ പറഞ്ഞു. അത് അവർ മറ്റേ JDUവിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ വാർത്ത കണ്ടത്. ഇനിയിപ്പോൾ ഈ കുറച്ച് സമയം മുമ്പ് ഒരു 7 മണിക്കോ എല്ലാം അവർ BJP ചേർന്നതായിട്ട് നിങ്ങൾക്ക് അറിവ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇന്ന് CPMൻ്റെ മുഖപത്രത്തിൽ ഇന്ന് വന്നിരിക്കുന്നത് JDUവിലോ NDAയിലൊക്കെ പോകും, BJP എന്ന് അവരും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ 1 മണിക്കൂർ മുമ്പ് കാണും പോയത് എനിക്കറിയില്ല കേട്ടോ. അത് ശരത്തൊന്ന് നിതീഷിലൂടെ ഭരിക്കുന്നത് ആരാണ്? BJP ആണോ? NDA എന്ന് പറഞ്ഞൊരു മുന്നണിയാണോ? എനിക്കറിയില്ലായിരുന്നു കോൺഗ്രസിന്റെ നിതീഷ് കോൺഗ്രസിലൂടെയാണെന്നാണോ സാർ വിചാരിച്ചത്? ശരത്ത് പറഞ്ഞ BJP പോയെന്നാണ്. BJP ഭരണം കൈയാളുന്ന, ആ മുന്നണി കൈയാളുന്ന ബീഹാർ എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ തന്നെ എടുത്താൽ മതി. എന്താ സംശയം? ഇപ്പൊ അങ്ങനെ പറഞ്ഞു. എന്താ സംശയം? ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിർത്താം. ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിർത്താം. എൻ്റെ സംശയമൊക്കെ കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. 2 വിസ്മയം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഭരിക്കുന്ന CPM ആണ് മേയർ. അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നടന്നു. 4 കോൺഗ്രസ് UDFകാർ, 4 BJPക്കാർ, 1 LDFകാരൻ. അവിടെ LDF മാറി നിന്നപ്പം BJP നറുക്കെടുപ്പിലൂടെ ചെയർമാൻ സ്ഥാനം കിട്ടി. അപ്പോൾ അത് കഠിനമായ BJP വിരോധം ഉണ്ടെങ്കിൽ UDFന് വോട്ട് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളും കാലുമാറി ചെയ്തിട്ടുണ്ടെന്നുള്ള മറ്റത്തൂരെന്നൊക്കെ പറഞ്ഞ് ഉത്തരം നിങ്ങൾ കൊണ്ടുവരും. ഞാൻ കോൺഗ്രസിനെക്കാട്ടിലും BJPയെ വിമർശിക്കുന്ന ആത്മാർത്ഥതയുള്ള നിങ്ങളാണല്ലോ. ഒരൊറ്റക്കാരോട് പറയാം, ഒറ്റക്കാരോട് പറഞ്ഞു നിർത്താം. നമ്മുടെ കഥാകാരൻ T. പത്മനാഭൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു പഴയ വിസ്മയ. അദ്ദേഹം പറഞ്ഞു ബംഗാളിലത്തെ CPMകാർ ഇന്ന് കേരളത്തിൽ മേശ തുടയ്ക്കാൻ നിൽക്കുകയാണെന്ന്. അത് പഴയൊരു ഭൂതകാല വിസ്മയം. ഇങ്ങനെ ഒരുപാട് വിസ്മയം അത് ഞാൻ പറഞ്ഞു. ഒരു കാര്യത്തോടെ അല്ല, ജയേന്ദ്രൻ പറഞ്ഞ ഒരു മിനിറ്റ്, അല്ല ഇതിൽ നിൽക്കണം. അല്ല ഒരു മിനിറ്റ്. ജയേന്ദ്രൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഈ അടിസ്ഥാനപരമായി അടിച്ചുവിടുന്ന ചില വാർത്തകൾ അടിസ്ഥാനപരമായി ശരിയാണ്. കാരണം ഇന്നൊരു വാർത്ത അടിച്ചുവിട്ടിട്ടുണ്ട്, ഷാനിമോൾ ഉസ്മാൻ CPMലേക്ക്. അതാരാ ജയേന്ദ്ര അടിച്ചുവിട്ടത്? ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു ഇതിനാണ് വന്നത്. അത് CPM അറിഞ്ഞുകൊണ്ടാണെന്നും ഞാൻ പറയില്ല. അങ്ങനെ അടിച്ചു വിടുന്നുണ്ട്. എന്തായാലും SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ആലപ്പുഴ SP-ക്ക്. കെ സുധാകരനെ കൂടെ വെച്ചാണ് CKPയുടെ പേര് ഇങ്ങനൊരു ചർച്ചയിലേക്ക് വലിച്ചിഴച്ചത്. കെ സുധാകരൻ അടങ്ങുന്ന ഒരു ചിത്രം വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ ഈ കേസിൽ? അരുൺ,
യെസ്, ഇവിടെ പല വിസ്മയങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, റെജി ലൂക്കോസ് പാർട്ടി അംഗമായിരുന്നു, പാർട്ടി അംഗമാണ് പോയത് എന്ന് പറയാൻ എന്ത് രേഖയാണ് താങ്കളുടെ മുന്നിലുള്ളത്? ഇവിടെ കൃത്യമായി ഈ CPM-ന്റെ പാർട്ടി മെമ്പർഷിപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റെന്തോ കാരണത്താൽ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചതിന്റെ ചരിത്രവും സഖാവ് പി രാജീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പോയത് വലിയ വിസ്മയമായിട്ടാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ് മുന്നണി വിടും എന്ന് മാണി കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു, 3-4 ദിവസം മുമ്പ് പറഞ്ഞു. ആരാ പറഞ്ഞത്? ആരാ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്? ഏതെങ്കിലും LDF-ന്റെയോ മാണി കോൺഗ്രസിന്റെയോ ആരെങ്കിലും അനുഭാവിയെങ്കിലും പറഞ്ഞോ ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന്? അപ്പൊ നിങ്ങൾ പല അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ, വിസ്മയം ഉണ്ടാക്കാൻ കള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ആ വാർത്തകൾ വെച്ചുകൊണ്ട് അങ്ങ് പൊലിപ്പിച്ച് ഏറ്റെടുക്കുന്നു. ഒന്നാമതാക്കാൻ മത്സരിക്കുന്ന ചാനലുകൾ 7 മണിക്ക് തന്നെ ഒരു 3 വലതുപക്ഷ നിരീക്ഷകരെയും 2 കോൺഗ്രസ്, ഒരു കോൺഗ്രസ് ഒരു ലീഗിനെയും ഇരുത്തി ചർച്ച തുടങ്ങും. എന്നിട്ട് അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു സമയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് എന്തെങ്കിലും കുറവുണ്ടോ അവ പരിഹരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വലിയ ആത്മവിശ്വാസത്തിലാണോ നിങ്ങൾ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 1.5 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 110 നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF ലീഡ് ചെയ്തത്. ആ 110-ൽ നിന്ന് കുറഞ്ഞ് ഒരു 73-74 വന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഞങ്ങൾ അന്ന് വെറും 19 നിയമസഭാ മണ്ഡലങ്ങളിലെ ഈ കേരളത്തിൽ ലീഡ് ചെയ്തുള്ളൂ. ഏത് 2024 മെയ് മാസത്തിൽ. ആ 19-ൽ നിന്ന് ഞങ്ങൾ വന്ന് ഒരു 56-57 വന്നു എന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അന്ന് 11 നിയമസഭാ സീറ്റിൽ ലീഡ് ചെയ്ത BJP 2 ചുരുങ്ങി എന്നും വിശ്വസിക്കുന്നുണ്ട്. കൃത്യമായി കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആകെ LDF UDF തമ്മിലുള്ള വോട്ട് വ്യത്യാസേ വെറും 6 ലക്ഷമാണ്. ആ 6 ലക്ഷത്തിൽ 5,90,000 വോട്ടും മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള വ്യത്യാസമാണ്. അത് മലപ്പുറം എറണാകുളം എടുത്ത് മാറ്റിവെച്ച ബാക്കി എല്ലായിടത്തും ലീഡ് ചെയ്യുന്നത് ഞങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലും അമിത വിശ്വാസത്തിലും വിസ്മയത്തിലും അത്ഭുതത്തിലും ആശ്ചര്യത്തിലും എല്ലാം അങ്ങ് കറങ്ങി നടന്നോ? ആരെങ്കിലും വല വീശാൻ പറ്റുമോ എന്നും വലയും വീശിക്കോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ലോക നിലവാരത്തിലേക്ക് ഈ കേരളത്തെ ഉയർത്തുക എന്ന രാഷ്ട്രീയത്തിലാണ്. ആ രാഷ്ട്രീയം കൃത്യമായി ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. പല നിരവധി നിർദ്ദേശങ്ങൾ ജനങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ആ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ LDF-ന്റെ ആളുകളല്ല. ഇപ്പൊ ഇന്ന് ഞങ്ങൾ കയറി ഇറങ്ങി സന്ദർശിച്ച വീടുകൾ UDF-ന്റെയും BJP-യുടെയും ലീഗിന്റെയും എല്ലാം വീടുകളാണ്. കയറി ഇരുത്തി ചായയും തന്ന് ഞങ്ങൾക്ക് പല നിർദ്ദേശങ്ങളും തരികയാണ്. ഈ കേരളത്തിൽ വന്ന പല വികസന പ്രവർത്തനങ്ങൾ, മഹാ അത്ഭുതങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും പോരായ്മയുണ്ടോ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. ശബരിമല ഹൈക്കോടതിയുടെ മേൽനോട്ടം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ വീട്ടുകാരുണ്ട്. ഇപ്പൊ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആരായി വിറച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിയെ കോൺഗ്രസ് അതിപ്പോ ചർച്ചയാക്കി മാറ്റാൻ മടിക്കുന്നത് എന്താണ്? എങ്ങോട്ടാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ 2004-ൽ തന്നെ ആ ശബരിമലയിൽ എത്തിയ പോറ്റിയെ കുറിച്ച് നിരവധി വാർത്ത വരുമ്പോഴാണ് അത് 2007-ലാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്ഥാപിച്ചോളൂ. അതുപോലെ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്ത കൃത്യമായി അജയ് തറയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കൊടുത്തു, അത് തന്ത്രിക്കാണ് എന്ന് പറയുന്നു. പിന്നെ എന്തിനാ അത് തിരിച്ചു കൊണ്ടുവന്നേ? ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കണ്ടില്ല, പോയി എന്നൊക്കെ പറഞ്ഞ പോറ്റിയല്ലേ? ആ പോറ്റിയുടെ പെങ്ങടെ വീട്ടിൽ നിന്ന് തന്നെ ഇത് കിട്ടിയല്ലോ. അതൊന്നും ആരും ചർച്ചയാക്കുന്നില്ലല്ലോ. പിന്നീട് വന്ന ഓരോ സാഹചര്യം എടുത്ത് പരിശോധിക്ക്, എങ്ങോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നയം കൃത്യമായി വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-ാം സ്വാതന്ത്ര്യ സമരം, 2-ാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്നത് പോലെ അതിജീവിത 1, 2, 3, 1-ാം ബലാത്സംഗം, 2-ാം ബലാത്സംഗം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ? പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന വാർത്തകളാണോ വന്നുകൊണ്ടിരിക്കുന്നത്? ജയിലിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, ഇൻവെസ്റ്റിഗേഷന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയല്ലേ പിരിച്ചത്? ആ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ഒരു കല്ല് പോലും ഇടാൻ 1.5 വർഷം കഴിഞ്ഞിട്ടും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ മാധ്യമങ്ങളിൽ അടക്കം വലിയ വിമർശനം വരുമ്പോഴാണ് ഞങ്ങൾ 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചു, ആന കയറി ഇറങ്ങുന്ന സ്ഥലം വാങ്ങിച്ചു എന്നെല്ലാം പറയുന്നത്. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, വലിയ ബഹുമാനത്തോടെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ആർക്കാണ് നിങ്ങൾ ഇപ്പൊ വീട് കൊടുക്കാൻ പോകുന്നത്? ചൂരൽമല മുണ്ടക്കൈയിൽ അവിടെ ദുരന്തത്തിൽപ്പെട്ട 500-ലധികം ആളുകളുണ്ട്. 416 ആളുകൾക്ക് ഗവൺമെന്റ് വീട് കൊടുക്കുന്നു. 108 പേർ ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് സമുച്ചയത്തിൽ ഈ ടൗൺഷിപ്പിൽ ഞങ്ങൾക്ക് വീട് വേണ്ട, 15 ലക്ഷം ഗവൺമെന്റിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് അവർ അവരുടേതായിട്ടുള്ള നാട്ടിൽ സ്വന്തം ചെലവിൽ വീട് വെച്ച് പോകുന്നു. 15 ലക്ഷം ഗവൺമെന്റ് കൊടുത്തു. ബാക്കി എല്ലാവർക്കും ഗവൺമെന്റ് വീട് കൊടുക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന ഈ കൊടുക്കുമെന്ന് പറയുന്ന വീട് ആർക്കാണ്? ആരാണ് അതിന്റെ ഗുണഭോക്താവ്?
ലീഗ് പണിയുന്നു എന്ന് പറയുന്നു. ആരാണ് അതിന്റെ ഗുണഭോക്താവ്? ഇതൊക്കെ തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം വന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ വിസ്മയത്തിന്റെ പുറകെ പോകൂ, അത്ഭുതത്തിന്റെ പുറകെ പോകൂ. ശരിയായ രാഷ്ട്രീയം, അത് വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഇപ്പൊ യുവജനങ്ങൾക്ക് വർക്ക് ടു കണക്ട് 1000 രൂപ വീതം അക്കൗണ്ടിൽ വരുന്ന പദ്ധതി, അതിൽ കൃത്യമായി 1 ലക്ഷം രൂപയായിരുന്നു വരുമാന പരിധി. ഇന്നലത്തെ മന്ത്രിസഭ അത് 5 ലക്ഷം രൂപയാക്കി ഉയർത്തി. കാരണം മുഴുവൻ യുവജനങ്ങൾക്കും പ്രയോജനം കിട്ടട്ടെ. PSC പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്നവർ, PG പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്നവർ, മറ്റ് മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ, യുവജനങ്ങൾ, വനിതകളുടെ പെൻഷൻ, നമുക്കറിയാം വീട്ടമ്മമാരുടെ പെൻഷൻ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗുണഭോക്താക്കൾ. അതുകൊണ്ട് ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളും ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയിരിക്കുന്നു, ഒന്നും നിലനിൽക്കുന്നില്ല. പിന്നെ നിങ്ങൾ അമിത ആത്മവിശ്വാസത്തിന് വേണ്ടി പലതും കൊട്ടിഘോഷിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അതിന്റെ പുറകിൽ പൊയ്ക്കൊള്ളൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിവേഗം ഇങ്ങനെ കേരളം സഞ്ചരിക്കുമ്പോൾ മുന്നണികൾ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ ഇന്ന് CPIM കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി, അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചതാണ് ഗൃഹസന്ദർശന പരിപാടി. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലിനു ശേഷം എടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ നടപടികൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. അരുൺ അതേക്കുറിച്ച് സൂചിപ്പിച്ചു. CPIM ആ രൂപത്തിൽ തിരുത്തലുകൾ വരുത്തി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വിശദീകരിച്ച് പോരായ്മകൾ അവരിൽ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ആ പ്രക്രിയ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിലൊരു നേട്ടമുണ്ടായിട്ടും മുന്നേറ്റമുണ്ടായിട്ടും അതിനെ തുടർന്നുള്ള ഇപ്പോൾ 1 മാസം കൃത്യം കഴിഞ്ഞിരിക്കുകയാണ്. UDFന് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സഞ്ചരിച്ചിട്ടുണ്ടോ, അതോ അതിൽ നിന്ന് വീണ്ടും ഒരു മുന്നണി വിപുലീകരണത്തിലേക്ക് അവർ കേന്ദ്രീകരിച്ചതോടെ അവർക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ സംഭവിച്ചതുപോലെ വലിയ ഒരു പരിഹാസവും ക്ഷീണവും നാണക്കേടും ഉണ്ടാകുന്ന സാഹചര്യം വന്നോ? ഇപ്പോൾ തന്നെ നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ മാണി സി കാപ്പൻ നേരെ പോയത് മലപ്പുറത്തേക്കാണ്, കുഞ്ഞാലിക്കുട്ടിയെ കാണാനാണ് പോയത്. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കാരണം മലപ്പുറത്തിനപ്പുറം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങൾക്കപ്പുറത്തേക്ക് കോൺഗ്രസിനെ കൊണ്ട് മാത്രം ഈ മുന്നണിയിൽ ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന നല്ല ധാരണയുള്ള ലീഗ് ഈ മുന്നണി വിപുലീകരണം വേണം എന്നൊരു ആഗ്രഹം മുന്നോട്ട് വെച്ചതും അതടക്കം ഉള്ള സാഹചര്യം മനസ്സിലാക്കിയല്ലേ മാണി സി കാപ്പൻ്റെ ആ ഒരു മലപ്പുറം യാത്ര, PJ ജോസഫിൻ്റെ എതിർപ്പൊരു ഭാഗത്ത്. അപ്പോൾ UDFനകത്ത് ഈ കഴിഞ്ഞ 1 മാസം പരിശോധിച്ചാൽ ഏകോപിതമായ നിലപാടുകൾ, തീരുമാനങ്ങൾ ഈ കാര്യങ്ങളിൽ നേരിടാൻ, സംഘടിപ്പിക്കാൻ, ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CPM ഇപ്പുറത്ത്, LDF ഇപ്പുറത്ത് രാഷ്ട്രീയമായി തന്നെ ഈ പറഞ്ഞ നടപടികൾ സ്വീകരിച്ച് ഒരു കറക്ഷൻ പരിപാടിയുമായി മുന്നോട്ട് പോവുകയുമാണോ? സ്ഥലത്തെ അതിൽ കഴിഞ്ഞ മാസം ഡിസംബർ 13-നാണല്ലോ റിസൾട്ട് വന്നത്, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ. പിറ്റേന്ന് തന്നെ ഗോവിന്ദമാഷ് മാധ്യമങ്ങളെ കണ്ട് പറയുന്നുണ്ട്, രാഷ്ട്രീയവും സംഘടനാപരവുമായ പിശകുകൾ, പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അത് വിശദമായി പരിശോധിക്കും. അങ്ങനെ CPIM സ്റ്റേറ്റ് കമ്മിറ്റി ആ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്, അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്ക് വിനയായി എന്ന് തന്നെ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്നുള്ള നിലയ്ക്കും കൂടുതൽ ആശയവ്യക്തതയ്ക്ക് വേണ്ടിയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചത്. അത് ഇന്ന് മുതൽ ഒരാഴ്ചയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അങ്കമാലി ചെയ്ത പ്രവർത്തനങ്ങളാണല്ലോ ഇപ്പോൾ അരുൺ പറഞ്ഞത്. അത് കേരളത്തിലെമ്പാടും നടക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ. അപ്പോൾ തുറന്നു പറയുകയാണ്, ഞങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്ക് വിനയായി. പക്ഷേ ഈ പറഞ്ഞ പോലെ അരുൺ തന്നെ സൂചിപ്പിച്ചതുപോലെ എത്ര ലക്ഷം വോട്ടുകളുടെ കുറവാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡ്രാസ്റ്റിക് ഡിക്ലൈൻ എന്ന് പറയാവുന്ന ഒരു റേഷ്യോയിലല്ല ആ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ചില മേഖലകളിൽ, ചില കേന്ദ്രങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് തീരുമാനിക്കുകയും ഇന്ന് മുതൽ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു പുതിയ കാര്യമായിട്ട് മാത്രം കാണേണ്ടതില്ല. 2019 ഇത് കണ്ടതാണ്. അന്ന് കോടിയേരിയായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ജനങ്ങളിൽ മനസ്സിലാക്കാനും അറിയാനുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിക്കുകയും അതൊരു എന്താ പറയുക, ശരിക്കും ഒരു കറക്റ്റ് മെഷറായിട്ട് തന്നെ അന്നത്തെ ആ സന്ദർശനം ഉപയോഗപ്പെടുകയും 2021 വരുമ്പോൾ, പിന്നെ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ വലിയ മാറ്റം നിയമസഭയിലും അതിന് തൊട്ട് മുൻപ് പഞ്ചായത്തിലും കാണുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ള ശരിയായ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ് LDFൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് CPMൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. സമാനമായ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ LDFിലെ മറ്റ് കക്ഷികളും നിറവേറ്റാനാണല്ലോ അവരുടെയും ചുമതല. അവരത് ഏത് നിലയ്ക്ക് ചെയ്യുമെന്നുള്ളത് ഇനി അവർ പറയുമ്പോഴാണ് നമ്മൾ അറിയുക. ഏതായാലും CPM അത് നന്നായിട്ട് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് മുതൽ കാണുന്നത്. അപ്പോഴാണ് താങ്കൾ ചോദിച്ച മറുഭാഗം, UDF, കോൺഗ്രസ് എന്താണ് അവിടെ ചെയ്യുന്നത്?
അവിടെ ചെയ്യുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഉള്ള വലിയ ഈ എന്താണ് പറയുന്നത്, അവർക്ക് ഒരുപാട് തരത്തിലുള്ള ദൂഷ്യങ്ങൾ അവരുടെ നേതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ ചില നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായതായി വ്യാപകമായി വാർത്തകൾ വരികയും രാഹുൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് ഉണ്ടാവുകയും അതിനെ സംബന്ധിച്ച് അവർ ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിനെക്കുറിച്ചൊക്കെ പിന്നെ അവർ തന്നെ വിശദീകരിച്ച് പോരുന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾ വലിയൊരു പരിധിവരെ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും സാന്തരികമായി സംഘടനാപരമായി എന്താണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതാണ് താങ്കൾ സൂചിപ്പിച്ച കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള മാനസി കാപ്പൻ്റെ അടക്കമുള്ള സന്ദർശനത്തിലും അതിനു മുമ്പ് വയനാട് ഈ ഉച്ചകോടിയിൽ വയനാട് സമ്മേളനത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്. അത് സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ അവകാശമുണ്ട് എന്നുള്ളത് ശരി തന്നെ. എങ്കിലും എന്താണ് പിന്നെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി, അതിലെ ഒരു ഒട്ടും പ്രസക്തനല്ലാത്ത അല്ലെങ്കിൽ പ്രസക്തി ഇല്ലാത്ത ഒരു കക്ഷിയായ മാനസി കാപ്പൻ എന്ന ഒറ്റ MLA മാത്രമുള്ളൊരു പാർട്ടിയായിട്ട് എന്താണ് ഇത്ര വലിയ ഒരു രാഷ്ട്രീയ ആലോചന നടത്തുന്നത്? സ്വാഭാവികമായ കൗതുകം ഉണ്ടാവില്ല ആർക്കും, ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ഉണ്ടാകുന്ന സ്വാഭാവിക കൗതുകമാണത്. അപ്പോഴാണ് നമ്മൾ അവിടുന്ന് തന്നെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അത് ചില അടവ് നയങ്ങളായിരുന്നു എന്നുള്ളത്. പക്ഷേ ആ അടവ് നയങ്ങൾ പാളിപ്പോയി എന്നുള്ളതിൻ്റെ പ്രതിഫലനമായിട്ടാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ തന്നെ പറയുന്നുണ്ട്, ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, എന്നെ ആരും ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല UDF-ഉമായിട്ടോ അല്ലെങ്കിൽ മറ്റ് LDF ഏതെങ്കിലും കക്ഷികളുമായിട്ടോ ഒന്ന് സംസാരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി അദ്ദേഹം തന്നെ പറയുന്ന സ്ഥിതി വന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ സാധാരണ പറയുമല്ലോ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് സമയം ആഗതമായിരിക്കുന്നു എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആരാണ്? ആ സ്വന്തം കക്ഷികളെ ഇണക്കിയെടുക്കാനായി ഇത്തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ആരാണ്? അത് പരസ്യമായി കാണുന്നത് UDF ആണെന്നുള്ളതാണ്. LDF സ്വയം ഞാൻ ഒരു കാര്യം ശ്രീ ജയചന്ദ്രൻ ഇന്നലെ ജോസ് കെ മാണി വിശദീകരിച്ചതോടെ ഏറെ നാണം കെട്ടുപോയ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഫേസ് സേവിങ് സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ന് അടൂർ പ്രകാശിൻ്റെ ഭാഗത്ത് നിന്ന്. അടൂർ പ്രകാശ് പറഞ്ഞത് അങ്ങനെ നോക്കിയാൽ ശരിയാണ്, ഒരു ചർച്ചയും നടന്നിട്ടില്ല. നമ്മൾ ഇന്നലെ കുളത്തുങ്കൽ പറഞ്ഞതുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു, ആഗ്രഹപ്രകടനം ഉണ്ടായി. ഞാനത് നേരത്തെ ശ്രീകുമാറിനോട് ചോദിച്ചെങ്കിൽ അദ്ദേഹം അതിൽ നിന്നങ്ങ് ആ നിലയിൽ അങ്ങ് വിട്ടുകളയാണ്. ആഗ്രഹപ്രകടനം എന്ന് പറയുന്നത് ചർച്ചയ്ക്കും മുമ്പായി സംഭവിക്കുന്ന ഒരു ഇൻറ്റൻഷനല്ലേ, അത് പറയലല്ലേ, അതുപോലെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുക. എന്നാൽ അടൂർ പ്രകാശ് ആ ഭാഗം മാറ്റിവെച്ചിട്ട് ചർച്ച നടന്നിട്ടില്ല. ചർച്ചയ്ക്ക് കുറെ കൂടി ഒരു ഔപചാരിക സ്വഭാവമുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞു ഒഴിയാനല്ലേ ശ്രമിച്ചത്? കുളത്തുങ്കൽ കൂടി പറയുന്നതോടെ കോൺഗ്രസ് നേതാക്കൾ ആ വഴി സ്വീകരിച്ചു, ഇവരെ സമീപിച്ചു, ഇത്തരം ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചു, മുന്നണി വിട്ടു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു, അവരുടെ ആഗ്രഹം അറിയിച്ചു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അവഗണിക്കാനാവാത്ത, നിഷേധിക്കാനാവാത്ത അവരുടെ ഒരു പരാജയപ്പെട്ടു പോയ പരിശ്രമം തന്നെയല്ലേ? അല്ല, അതെ. ശരത്ത്, ഇന്നലെ ഞാൻ ചർച്ച പങ്കെടുക്കുമ്പോൾ ആങ്കർ തന്നെ പറയുകയാണ്, പിന്നെ ഈ രൂപതകൾ, ക്രൈസ്തവ സഭകൾ ഇവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് അഭിപ്രായം? ഞാൻ പറഞ്ഞു അങ്ങനെ വെറുതെ ജനറലി പറഞ്ഞാൽ പോലെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് പറയണം. അപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപാധ്യക്ഷൻ മാർ തോമസ് തറയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള വിവരമില്ല, എനിക്ക് മറ്റൊരു വിവരമാണുള്ളത്, അതെന്താണ് സ്പെസിഫിക് ആയിട്ട് പറയാൻ എന്നോടും ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇടുക്കി രൂപതയിൽ പിന്നെ അവരുടെ ആവശ്യവും ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു അവിടുത്തെ ഭൂപ്രശ്നം, പട്ടയ പ്രശ്നം. അത് വലിയൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് LDF ഗവൺമെൻറ് തയ്യാറായി. അതിന് വലിയ മുൻകൈ അവിടുത്തെ ഇടുക്കി എന്നുള്ള മന്ത്രിയായ റോഷി അഗസ്റ്റിൻ എടുത്തു എന്നുള്ളത് ഇടുക്കിയിലാകെയും പിന്നെ ഇടുക്കി രൂപത ഉൾപ്പെടെയും അംഗീകരിക്കുന്നു. അങ്ങനെ വലിയൊരു അംഗീകാരത്തിൻ്റെ പിന്നെ സംതൃപ്തിയും കൂടെ അവിടെ ഉണ്ട് മാണി ഗ്രൂപ്പിനോട്, റോഷി അഗസ്റ്റിനോട്, ആ മാണി വിഭാഗത്തിനോട് ആകെ തന്നെയും. അതാണ് പ്രതിഫലിക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് മറുപടിയില്ല. അപ്പോൾ അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്, ചില തീരുമാനങ്ങളുണ്ട് പലർക്കും, ചില സംവിധാനങ്ങൾക്ക്, ചില മാധ്യമങ്ങൾക്ക് അവർ ചില തീരുമാനങ്ങൾ എടുത്തു വച്ചിരിക്കുകയാണ്. ആ തീരുമാനങ്ങൾ വെറുതെ അങ്ങ് വിളമ്പിയാൽ ജനങ്ങൾക്കിടയിൽ ചിലവാകും എന്ന് അന്ധമായി അങ്ങ് വിശ്വസിക്കുകയാണ്. ആ അന്ധമായ വിശ്വാസത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ ഭയങ്കരമായ തകർച്ചയുണ്ടായതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDF അമ്പയെ പരിഹാസ്യരായി എന്ന് ഞാൻ പറയാൻ കാരണവും അതാണ്. സ്ഥലത്തെ ശരി.
ശ്രീകുമാർ, ഞാൻ നേരത്തെ ശ്രീ ജയചന്ദ്രനോട് ചോദിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിക്ക് ശേഷം ഒരു മാസം പിന്നിടുമ്പോൾ UDF യഥാർത്ഥത്തിൽ ആ നേടിയ നേട്ടത്തിൽ നിന്നും മുന്നേറ്റത്തിൽ നിന്നും രാഷ്ട്രീയമായി പിന്നോട്ട് പോയ ഒരു മാസമല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഓരോന്നായി പരിശോധിച്ചാൽ അറിയാവുന്നത് തന്നെയാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭാവിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഷാഫി പറമ്പിൽ വളരെ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ രാഹുൽ ജയിലിൽ കിടക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും കൈപ്പത്തി ചിഹ്നത്തിൽ പാലക്കാട് ജയിച്ചയാളാണ്. രാജിവെപ്പിക്കാൻ പബ്ലിക്കായി കോൺഗ്രസിന് പറയാൻ കഴിയുന്നില്ല. കയ്യിൽ പിടിച്ച് രാജിവെപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന നിസ്സഹായതയാണ് KPC പ്രസിഡന്റിന്. 1. 2, മുണ്ടക്കൈ ചൂരൽമല, നിങ്ങൾക്ക് ഈ ഒരു മാസക്കാലം നോക്കൂ, എത്ര വലിയ തലവേദന മുൻപ് തന്നെ ഉണ്ടായ വിമർശനത്തിൻ്റെ തുടർച്ചയിൽ സംഭവിക്കുന്നു. ഈ നിങ്ങളുടെ നേതൃ ക്യാമ്പിൽ പോലും ലക്ഷ്യയിൽ പോലും വലിയ തോതിൽ അത് ചർച്ച ചെയ്യേണ്ടതായി വന്നു. അതുണ്ടാക്കിയൊരു വലിയ വിമർശനമുണ്ട്. നാട്ടുകാർക്കിടയിൽ വലിയൊരു ഒരു തട്ടിപ്പിൻ്റെയും എന്താ വാഗ്ദാന ലംഘനത്തിൻ്റെയും കഥ അതിനകത്തുണ്ട്. വളരെ പ്രധാനപ്പെട്ടാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയെ കൊണ്ടുപോകാൻ നടത്തിയ പരിശ്രമം, മുന്നണിയിലെത്തിക്കാൻ നടത്തിയ പരിശ്രമം, അത് പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണം മറുഭാഗത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു മാസക്കാലമുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി ലഭിച്ച കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ BJP പ്രതിരോധിക്കാൻ കോൺഗ്രസ് ആണോ ശരി എന്നൊരു ചിന്തയിലേക്ക് കൊണ്ടുപോയില്ലേ? മറ്റത്തൂരാകട്ടെ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഇന്ന് നമ്മൾ സംസാരിച്ച ബീഹാർ അടക്കം. ഇങ്ങനെ തിരുവനന്തപുരത്തെ കണക്കുകൾ നോക്കൂ. BJP ജയിച്ച സീറ്റുകളിൽ കോൺഗ്രസിന് 26 1000-ൽ താഴെ മാത്രമാണ് വോട്ടുകൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പരിശോധിക്കുന്നൊരു ഒരു മാസക്കാലം UDFനെ സംബന്ധിച്ച് മുന്നേറ്റത്തിൻ്റേതല്ലല്ലോ, ക്ഷീണത്തിൻ്റെയും വിമർശനത്തിൻ്റെയും പ്രതിസന്ധികളുടേതും കൂടിയല്ലേ? അല്ല, ശ്രീ ശരത്ത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന CPM സുഹൃത്തുക്കൾക്ക് ഓർമ്മിക്കാൻ നല്ല കാര്യമാണ്. അത്ര ഉള്ളതിൽ ഇതൊക്കെ ഡിസംബർ 13 മുമ്പ് ശ്രീ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ചാനലിലും പുറത്തും നേതാക്കളൊക്കെ പറഞ്ഞത് ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് UDFനെ അധികാരത്തിൽ എത്തിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് വെച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാമെന്ന് വെച്ചാൽ കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുമില്ല, UDF ജയിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഞാനൊരു സമാധാന വാക്ക് നിങ്ങൾക്ക് തരാം. അതിൽ കൂടുതലൊന്നും എനിക്കതിൽ പറയാനില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ശരത്ത്. അതിൽ കേരള കോൺഗ്രസ് ആണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയം. അത് മാത്രമേ ഞാൻ പറയാം. കേരള കോൺഗ്രസ് ഇപ്പോൾ ഇടതുമുന്നണിയിലാണ്. അതിൽ UDFിലേക്ക് വരുന്നു എന്നുള്ളൊരു സംസാരവും തർക്കവും വരാൻ എന്താ കാരണം? അത് UDF ജയിച്ചത് കൊണ്ടും അടുത്ത തവണ അധികാരത്തിൽ വരും എന്നുള്ളതുകൊണ്ടും അല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ തർക്കം? പ്ലാൻ ചെയ്തൊരു വാർത്തയായിരുന്നു. ആ വാർത്ത UDFന് വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ അത് പാതി വഴിക്ക് പൊളിഞ്ഞുപോയി. ഇതാണ് നേരത്തെ സൂചിപ്പിച്ചത്. വാർത്ത പ്ലാൻ ചെയ്ത് എനിക്കറിയില്ല. അല്ല, വാർത്ത എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? അതൊന്നും സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു പ്ലാൻ ചെയ്തില്ലേ വാർത്ത? കോൺഗ്രസ് നിഷേധിച്ചില്ല. അല്ല, ഒരു വാർത്തയിൽ അല്ല, നമ്മൾ വാർത്തകളുടെ പിന്നാലെ പോകരുത്. വാർത്തകളുടെ പിന്നാലെ പോയാൽ കേരളത്തിലെ ഇതെല്ലാം ഈ വാർത്തകളെ അധികരിച്ചാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോയത്. ഒടുവിൽ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമ വാർത്തകളെല്ലാം അഭ്യൂഹങ്ങളാണെന്ന് പറയേണ്ടി വന്നു KC വേണുഗോപാലിന്. ആദ്യ ദിവസങ്ങളിലൊക്കെ ആ മാധ്യമ വാർത്തകളെ മുഖവിലക്കെടുത്താണ് കോൺഗ്രസ് നേതാക്കൾ ജോസ് കെ മാണിയെയും കൂട്ടരെയും ക്ഷണിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഞാൻ ശരത്ത് പറയുന്നതിനൊന്നും ഞാനിപ്പോൾ എതിര് പറയില്ല. കാരണം നിങ്ങൾക്കത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ചൂരൽമലയൊക്കെ എത്ര കാലമായിട്ട് കേട്ടു തുടങ്ങുന്ന അല്ല, എത്ര കാലമായിട്ട് പറയുന്നു ചൂരൽമല എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് ജനങ്ങളൊക്കെ എല്ലാം കോൺഗ്രസിനെ ജനം വിശ്വസിച്ചു. അത് പാലക്കാട് MLAയുടെ കാര്യത്തിലാണെങ്കിലും ചൂരൽമലയുടെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലും ജനങ്ങൾ കോൺഗ്രസിനെ UDFനെ വിശ്വസിച്ച് UDFനെ അധികാരത്തിൽ എത്തിച്ചു. പിന്നെ ഇവിടെ ഇടയ്ക്ക് നമ്മുടെ അരുൺകുമാറിൻ്റെ കാര്യം പറഞ്ഞു. ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് ഇപ്പോൾ പാടാൻ പോലും താല്പര്യമില്ല. ഇന്നത് MP രാജേഷ് മന്ത്രി ശ്രീ രാജേഷും പറയുന്നത് കേട്ടു കോൺഗ്രസ് ഇപ്പോൾ പോറ്റിയെക്കുറിച്ച് മിണ്ടുന്നില്ലെന്ന്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും. മിനിഞ്ഞാന്ന് രാത്രി തൊട്ട് തിരുവനന്തപുരത്ത് കയറ്റൊരു പാട്ടാണ് ഈ പോറ്റിയെ കയറ്റുന്നത്. ഞാൻ ആ പാട്ട് പാടുന്നില്ല. കാരണം പാട്ട് ഇപ്പോൾ പാടിയാൽ ഈ വിസ്മയം എന്ന പോലെ CPMനെ ശ്രീ അരുൺകുമാറിൻ്റെയും ജയന്തൻ്റെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഞാൻ അത് പാടുന്നില്ല. അതുകൊണ്ട് അത് മിനിഞ്ഞാന്ന് പാടിയതാണ്. പിന്നെ അത് മാത്രമല്ല, അസ്വസ്ഥപ്പെടുത്താനല്ലേ പാർലമെന്റിന്റെ നടയിൽ പോയി പാടിയത്? അങ്ങനെയാണെങ്കിൽ പാടണം സാർ. പാടുന്നത് അവർ അസ്വസ്ഥരാകുന്നത് കണ്ട് ആസ്വദിക്കണം. അത് അങ്ങനെ പാടുന്നില്ലെന്നാ പറഞ്ഞേ. അല്ല, അങ്ങനെ ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞത്. പാടണം. പാടി അരുൺകുമാർ അസ്വസ്ഥമാകുന്നത് താങ്കൾ കാണണം, എന്നിട്ട് ആ മറുപടിയും കേൾക്കണം. ശരി. അല്ല ശരത്തേ, അല്ല നമ്മൾ പച്ച രാഷ്ട്രീയക്കാരനല്ലല്ലോ.
നമ്മൾ ഒരു മറ്റേ പത്രപ്രവർത്തകരായ ഞാൻ ഇടതുപക്ഷത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ നിരീക്ഷകനാണ്. യഥാർത്ഥ ഇടതുപക്ഷം ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ, അതുകൊണ്ട് ഒരു ഇടതുപക്ഷ നിരീക്ഷകനാണ് ഞാൻ. കാരണം ഇടതുപക്ഷ നിരീക്ഷകനായിട്ട് വന്നവരൊന്നും ആയിരുന്നില്ലെന്നൊക്കെയാണല്ലോ ഇപ്പോൾ ശ്രീ അരുൺകുമാർ പറഞ്ഞത്. അതിന് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്, എനിക്ക് സമയം തന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ശ്രീ രാജേഷ് പറഞ്ഞു പോറ്റിയെക്കുറിച്ച് പറയാൻ മടി കാണിക്കുന്നത്. അദ്ദേഹത്തിന് പറയാം, പക്ഷേ പോറ്റിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഇനി ആ പാട്ടും പാടും. ഇന്ന് തന്നെ ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട് ആ പാട്ടിനെയും ഞങ്ങൾ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രം അതൊക്കെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ശബരിമലയൊക്കെ അതിനൊന്നും ഒരു ഒളിച്ചുകളിയില്ല. പിന്നെ ഈ മാണി കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം LDFിൻ്റെ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനാണ്. ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല, പാർലമെൻറ്റൊക്കെ നടക്കുമ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. RJDയുടെ നേതാവ് ശ്രേയസ് കുമാർ അദ്ദേഹം കഴിഞ്ഞ മീറ്റിങ്ങിലും പങ്കെടുത്തില്ല, മറ്റേ സമരത്തിലും പങ്കെടുത്തില്ല. അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് കൃത്യമായി ചാനലിൽ ഒരു നിരീക്ഷണം നടത്തി. അല്ല, ന്യൂസ് ഘടകകക്ഷിയല്ലേ, നിങ്ങളുടെ ഒരു ഘടകകക്ഷിയല്ലേ. അല്ല, കോൺഗ്രസ്സുകാരും പത്രങ്ങളും ഇതുപോലെ വാർത്ത ഇത്രയധികം പ്ലാൻ ചെയ്ത് കണ്ടില്ല. അതുകൊണ്ടാണ് വ്യത്യാസം. ശരി, അല്ല ഒരു മിനിറ്റ്, അല്ല എൻ്റെ സമയം കളയല്ലേ ശരത്തെ, അല്ല ഒറ്റ മിനിറ്റ് സമയം കളയില്ല. അത് ഇപ്പം ശ്രീ അരുൺകുമാർ വേറൊരു കാര്യം പറഞ്ഞു, ഒരുപാട് പേർക്ക് നമ്മൾ പണം കൂട്ടി കൊടുത്തു, കൂലി കൂട്ടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ആ ജയിലിലത്തെ തടവുകാർക്ക് കൂലി കൂട്ടിയെന്ന് പറഞ്ഞില്ല അദ്ദേഹം. അപ്പം ജയിലിലത്തെ തടവുകാർക്ക് കൂലി കൂട്ടുമ്പോൾ ആശാവർക്കർമാർക്ക് കൂലി കുറച്ചു ഇല്ല. ഏതാണ്ട് 620 രൂപയാണ് ജയിലിൽ കിട്ടുന്നത്. 200 രൂപയോളം കുറവ് ആശാവർക്കർക്ക് കിട്ടുന്നത്. അപ്പം ഈ ഗൃഹസമ്പർക്ക പരിപാടിക്ക് ഗ്രഹസമ്പർക്ക പരിപാടിക്ക് പോകുമ്പോൾ ഈ ചോദ്യങ്ങളെ നേരിടേണ്ടി വരും. ഓക്കെ അരുൺ, അതെല്ലാം കേട്ടല്ലോ. അതായത് നമ്മൾ ഈ ഒരു മാസക്കാലമാണ് എടുത്തത്. LDF UDF എന്ന നിലയിൽ ശ്രീ ജയചന്ദ്രൻ തുടങ്ങി ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം, ഈ ഒരു മാസക്കാലം തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ജനവിധിക്ക് ശേഷമുള്ള ഒരു മാസക്കാലം കൊണ്ട് UDFന് പല കാരണങ്ങൾ കൊണ്ട് പിന്നോട്ടടി സംഭവിച്ചിട്ടില്ലേ? ഒരു തരത്തിലും പിന്നോട്ടടി സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജനവിധി തന്നെ ഇതെല്ലാം മുൻപുണ്ടായിരുന്ന വിഷയങ്ങളാണ്, അതെല്ലാം മറികടന്ന് ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ? അതേ സ്പേസിൽ പൊളിറ്റിക്കലായി ഇപ്പോഴും UDF നിൽക്കുന്നു എന്നാണ് അദ്ദേഹം വിലയിരുത്തി വെച്ചത്. മറുപടി എന്താണ്? നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമാവും. താങ്കളുടെ ഊഴം. അല്ല, അദ്ദേഹം വലിയ നിരീക്ഷകനാണെന്നൊക്കെ പറഞ്ഞത് അംഗീകരിക്കുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന വോട്ടാണ് പൊളിറ്റിക്കൽ വോട്ട് എന്നും ആ പൊളിറ്റിക്കൽ വോട്ട് 7 ജില്ലകളിൽ LDFും 7 ജില്ലകളിൽ UDFും ആണെന്നും ആ പൊളിറ്റിക്കൽ വോട്ടിലാണ് ആകെ 6 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമെന്നും അതിൽ 5,92,000 വോട്ടിന്റെ വ്യത്യാസം മലപ്പുറത്ത് മാത്രമാണെന്നും മലപ്പുറത്തും എറണാകുളത്തുമുള്ള വോട്ട് വ്യത്യാസം മാറ്റിവെച്ചാൽ മറ്റു 12 ജില്ലകളിലും മുന്നേറ്റം ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് കൃത്യമായി അദ്ദേഹം നിരീക്ഷിക്കുമ്പോൾ കാണാതെ പോകുന്നത് എന്റെ കുറ്റമല്ല. ഇപ്പൊ ഇന്ന് തൊഴിലുറപ്പുമായി തകർക്കുന്ന പദ്ധതിക്കെതിരെ NREG വർക്കേഴ്സിന്റെ വലിയ സമരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നു. ആ പദ്ധതി തകർക്കുന്ന നയം ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലായിരുന്നതും മറ്റൊരു വിസ്മയമാണ്. നിങ്ങളുടെ നേതാവ് പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്കൊപ്പം ചായ കുടിക്കാൻ പോയത് മറ്റൊരു വിസ്മയമാണ്. അതിന്റെ തീതുപ്പുന്ന ചർച്ച ഇന്ത്യയുടെ പാർലമെന്റിൽ നടക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള 18 UDF MPമാരും പുറത്തുനിന്ന് പോറ്റിയെ കയറ്റിയ പാട്ടും പാടി ഉല്ലസിക്കുകയായിരുന്നു എന്നുള്ളത് മറ്റൊരു വിസ്മയമാണ്. അതുകൊണ്ട് താങ്കൾ പാട്ടുപാടാൻ മടിക്കൊന്നും വേണ്ട, കൃത്യമായിട്ട് പാടുക. ആരാണ് പോറ്റിയെ കയറ്റിയെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക. അത് തന്ത്രിയായിരുന്നുവെന്നും അന്ന് UDFന്റെ ഭരണകാലമായിരുന്നുവെന്നും അതിനുശേഷം എടുത്ത തീരുമാനങ്ങളിലെല്ലാം UDFന്റെ കൃത്യമായിട്ടുള്ള റോള് അജയ് തറയിൽ തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പാട്ട് നിങ്ങൾ പാടണം, ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളല്ല ആ പാട്ടും ചോദ്യവും ചോദിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ താങ്കൾ ഇപ്പൊ അവസാനം പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്, കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ജനങ്ങൾക്ക് LDF കൊടുത്ത വാക്ക്, ആ വാക്ക് എങ്ങനെയാണ് പാലിച്ചത്, അതിന്റെ ഓരോ ഗുണഫലങ്ങളും ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്. വികസിത രാജ്യങ്ങളെ വരെ പിന്നിലാക്കി, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ പിന്നിലാക്കി കേരളം കുതിച്ചു മുന്നേറുന്നത് ഓരോ സാഹചര്യവും ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയൊരു വാർത്ത വന്നു, കയറ്റുമതി റാങ്കിങ്ങിൽ കുതിച്ച് കേരളം. നീതി ആയോഗ് പട്ടികയിൽ കേരളം 11ാം സ്ഥാനത്ത്, കഴിഞ്ഞ വർഷം 19ാം സ്ഥാനത്തായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 28ൽ 19ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 11ാം സ്ഥാനത്തേക്ക് വന്നു. കടമെടുപ്പിന്റെ തോതിൽ നമ്മൾ ഇപ്പൊ ഏറ്റവും അവസാനം വന്ന പട്ടികയിൽ ആദ്യത്തെ 14 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ അത് 18 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. അതായത് സ്വയം പര്യാപ്തമായി മാറി സ്വയം വരുമാനം ആർജിച്ച് കടമെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ മുമ്പ് 18 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് വരുമ്പോൾ എല്ലാ രംഗത്തും നമ്മുടെ സ്വയം മാനേജ്മെന്റ്, ധനകാര്യ മാനേജ്മെന്റ് കൂടുതൽ കരുത്തുറ്റതായി മാറിയത് നമ്മൾ കാണുകയാണ്. ഇപ്പൊ ബജറ്റിലേക്ക് കേരളം പോവുകയാണ്. അതുകൊണ്ട് ഏതു മേഖലയിലാണ് നിങ്ങൾ പറയുന്ന ആക്ഷേപം, നിങ്ങൾ പറയുന്ന വികസന നിഷേധം ഒരിടത്തുമില്ല. ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഞങ്ങൾക്കും ചില കുറവുകൾ ഉണ്ടാകാം, അത് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ടല്ലേ കേരളത്തിലെ മുഴുവൻ വീടുകളിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുതൽ സാധാരണ പാർട്ടി സഖാക്കൾ, അനുഭാവികൾ വരെ വീട് വീടാന്തരം കയറിയിറങ്ങാൻ ധൈര്യപ്പെടുന്നത്? ഓരോ ലീഗുകാരന്റെയും കോൺഗ്രസിന്റെയും ഞങ്ങളെ വിമർശിക്കുന്നവരുടെയും വീടുകൾ RSSകാരന്റെ വീട്ടിലേക്കും ഞങ്ങൾ കയറി ചെല്ലുകയാണ്. ഞങ്ങൾ പറയുകയാണ് ഈ രാഷ്ട്രീയം, അവരുടെ സംശയങ്ങൾ ഞങ്ങൾ തീർക്കുകയാണ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതിയെടുക്കുകയാണ്. ഇവ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പ്രകടന പത്രിക ഇറക്കാൻ 2016 ഞങ്ങൾ 600 കാര്യങ്ങൾ പുറത്തിറക്കി, 590 പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 2021 900 കാര്യങ്ങൾ പുറത്തിറക്കി, ഭൂരിഭാഗം കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു. അങ്ങനെ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു കേരളത്തെ സൃഷ്ടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ ഈ വിസ്മയം, അത്ഭുതം, ആശ്ചര്യം എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകളുടെ പുറകിൽ പൊക്കോ. നിങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾ തീരുമാനമെടുത്തോളൂ. റൈറ്റ്. ഏതായാലും രാഷ്ട്രീയ വിവാദങ്ങൾ അത് വളരെ ശക്തമായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വസ്തുതയും പൊരുളും സമൂഹത്തിന് മുമ്പിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യമായി തന്നെ എത്തേണ്ടതുണ്ട്. അത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോഴും മറന്നുകൂടാത്ത ഒന്നു തന്നെയാണ് നമ്മുടെ നാട്, നമ്മുടെ കേരളം. ആ കേരളം ഇപ്പോൾ എവിടെ നിൽക്കുന്നു, അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അത് വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതും കൂടിയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം കടന്നുവരുന്ന വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു കാലമാണ്, നാളുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം അതിവേഗം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വസ്തുത അതുതന്നെയാണ്. അതുകൊണ്ടാണ് അതിനൊക്കെ പല 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 വിഷയങ്ങൾക്കും വലിയ സ്വീകാര്യത, വലിയ പ്രാധാന്യം വരുന്നത്. വിസ്മയം എന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയയാക്കി മാറ്റാൻ ശ്രമിച്ച UDFന്, പ്രതിപക്ഷ നേതാവിന്, വിശേഷിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക്, കോൺഗ്രസ് നേതൃത്വത്തിന് സംഭവിച്ച രാഷ്ട്രീയമായ തിരിച്ചടിയുടെ നിരവധി ഘടകങ്ങൾ ഓർമ്മിപ്പിച്ചും അതിന്മേൽ വലിയ ചർച്ചകളും ഒക്കെയാണ്, കാര്യമായ ചർച്ചകളും ഒക്കെയാണ് നമ്മൾ ഈ നേരം ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ കണ്ടത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.